السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد سيد الأولين والآخرين وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. നാഫിയായ ഇൽമുകൾ പറയുവാനും കേൾക്കുവാനും പഠിക്കുവാനും പഠിപ്പിക്കുവാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൗത്യങ്ങളെ അല്ലാഹു മഹാദൗത്യങ്ങളായി അംഗീകരിക്കുകയും അതിനെ അല്ലാഹു കബൂൽ ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടു വീട്ടിലും വിജയം വരിക്കുന്ന സാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, മശായിഖുമാർ, ഉസ്താദുമാർ എല്ലാവർക്കും അല്ലാഹുവിന്റെ മഗ്ഫിറത്തും മർഹമത്തും സദാ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമാറാവട്ടെ. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രതിവാര ചരിത്ര പഠന പരിപാടിയായ ചരിത്രപാതയിലേക്ക് നല്ലവരായ സഹോദരങ്ങൾക്ക് നന്മയുടെ സ്വാഗതം. ഈ പംക്തിയിൽ നാം ഇസ്ലാമിക ചരിത്രങ്ങളിലെ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ മഹൽ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുകയാണ്. അവരുടെ ജീവിതത്തിലെ മഹത്തായ അധ്യായങ്ങൾ കേൾക്കുകയും പറയുകയും ചെയ്യുകയാണ്. മഹാന്മാരെ സംബന്ധിച്ച് പറയുന്നത്, ഒന്ന്, അതിനെ ഒരു ഇബാദത്തിന് തുല്യമായ ഒരു സൽക്കർമ്മമായിട്ടാണ് ഇസ്ലാം പരിഗണിക്കുന്നത്. രണ്ടാമത്തേത്, അവരെപ്പറ്റി പറയുമ്പോൾ, അവരെപ്പറ്റി കേൾക്കുമ്പോൾ, അവരെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ അവരിലെ മഹാത്മ്യങ്ങൾ ഒരിക്കൽ കൂടി പറയാനുള്ള അവസരം നമുക്കുണ്ടാകുന്നു, കേൾക്കാനുള്ള അവസരമുണ്ടാകുന്നു. അവയെല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് അതിനെ മാതൃകയാക്കാനും പഠിക്കുവാനും പിൻപറ്റുവാനും എല്ലാമുള്ള സൗഭാഗ്യം നമുക്ക് ഉണ്ടായി തീരുകയും ചെയ്യുന്നു, അതിന് കാരണമായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സഹോദരങ്ങളോടും വളരെ ശ്രദ്ധാപൂർവം ഈ ചരിത്രാധ്യായങ്ങൾ ശ്രവിക്കുകയും അതിലെ പാഠങ്ങൾ ചികഞ്ഞു കണ്ടെത്തുകയും അതിലെ മഹത്തായ അധ്യായങ്ങളെ ജീവിതത്തിൽ സ്വാംശീകരിക്കുകയും ചെയ്യണമേ എന്ന് ആദ്യമായി എല്ലാവരോടും ആവശ്യപ്പെടുകയാണ്. ചരിത്രാധ്യായത്തിൽ ഇപ്പോൾ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാനായ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചാണ്. ഏതാനും ആഴ്ചകളായി നാം അദ്ദേഹത്തിന്റെ മഹത്തായ ജീവിത ചരിത്രമാണ് പറഞ്ഞു വരുന്നത്. അതിൽ നമ്മൾ ആദ്യം അദ്ദേഹത്തിന്റെ ശൈശവ ബാല്യകാലങ്ങളെ സംബന്ധിച്ചും മക്കായിലെ ആദ്യകാല ജീവിതത്തെ സംബന്ധിച്ചും പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യങ്ങളെ സംബന്ധിച്ചും ഇസ്ലാമിൽ കടന്നു വന്നതിന് ശേഷം പരിശുദ്ധ മക്കായിൽ മഹാനായ പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലങ്കയ്യായി ജീവിച്ച സാഹചര്യങ്ങളെക്കുറിച്ചുമെല്ലാം നാം പറയുകയുണ്ടായി. മക്ക ജീവിതത്തിലുണ്ടായ മഹത്തായ അധ്യായങ്ങൾ നാം പറയുകയുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ വ്യക്തിത്വത്തിന്റെ ശക്തമായ സ്വാധീനം എത്രമാത്രം വലിയ സ്വാധീനമാണ് ഇസ്ലാമിക സാമൂഹികതയിൽ ചെലുത്തിയത് എന്ന് നാം കാണുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. അവിടെ നിന്ന് മക്ക ജീവിതത്തിന്റെ കേരള യാത്ര എന്ന് പറഞ്ഞ ഒരാള് ഈ ക്ലാസിന്റെ റൂളിലുണ്ട്. അഡ്മിൻ സഹോദരങ്ങൾ അദ്ദേഹത്തോട് മാന്യത പുലർത്താൻ അപേക്ഷിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കേരള യാത്ര എന്നാണ് ID. അദ്ദേഹത്തിന് ഒരുപാട് ബിസ് അടിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അദ്ദേഹം ഏപ്രിൽ 12 മുതലാണ് കേരള യാത്ര എന്ന് പറയുന്നുണ്ട്.
ആരുടേതാണെന്ന് അറിയില്ല. കേരള യാത്ര എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനമാണ്. അതിന്റെ ഇങ്ങേ തലക്കുന്ന അങ്ങേ തല വരെയുള്ള റോഡുകളുണ്ട്, റെയിലുകളുണ്ട്. അതിലൂടെ എല്ലാവരും അങ്ങോട്ടും പോകുന്നതിനും വരുന്നതിനൊക്കെ യാത്ര എന്നാ പറയാ. അതിനൊക്കെ പാടെ നമുക്കിപ്പോ ഈ ക്ലാസ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണ് സഹോദര ഞങ്ങൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ ഞങ്ങളൊക്കെ വിശ്വാസം അനുസരിച്ച് കേരള യാത്രയേക്കാൾ പ്രധാനം അതായിരിക്കുമെന്ന് മനസ്സിലാക്കുകയാണ്. ദയവ് ചെയ്ത് ശല്യം ചെയ്യരുത് എന്ന് മാന്യമായി അപേക്ഷിക്കുകയാണ്. ക്ലാസ്സിലിരിക്കുന്ന സഹോദരങ്ങളോട് വീണ്ടും പറയുകയാണ്, ഞാൻ പറഞ്ഞല്ലോ 155 പേരാണ് നമ്മുടെ ക്ലാസ് ഇപ്പോൾ ക്ലാസ് റൂമിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ. റേഡിയോയിലൂടെ മറ്റു പ്രേക്ഷകർ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു 1500 ആളാവണമെന്ന് താല്പര്യമില്ല. അങ്ങനെ ഒരുപാട് മേനി നടിക്കുക എന്നുള്ള സ്വഭാവം സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ല. ഉള്ളത് മാന്യമായിരിക്കണം, ഉള്ളത് നല്ലതായിരിക്കണം, ഉള്ളത് നിഷ്കളങ്കമായിരിക്കണം. അതിൽ കളങ്കങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, അതിൽ കച്ചവടവും ബിസിനസ്സൊന്നും ഉണ്ടാകാൻ പാടില്ല. ആണ് ഞങ്ങളുടെ താല്പര്യം. ബാക്കിയുള്ള സഹോദരങ്ങൾക്ക് വെറുതെ ശല്യം ചെയ്യാതെ അവര് ഒന്നുകിൽ അടങ്ങിയിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ മാറിത്തരാൻ ശ്രമിക്കുക. ഇത് ഞങ്ങളുടെ മാന്യമായ ആദ്യത്തെ അപേക്ഷയാണ്. മാന്യമായ അപേക്ഷകൾ നടക്കാതെ വരുമ്പോൾ ആൾക്കാർ പൊതുവെ പലപ്പോഴും അമാന്യമായ സ്വരങ്ങളിലേക്ക് കാര്യങ്ങൾ മാറും. അത് സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ശരിയാണ്. അപ്പൊ അതുകൊണ്ട് അബൂബക്കർ എന്ന് കേട്ടപ്പോൾ വന്നതാണെന്നാ. ഇത് അബൂബക്കർ ഇബ്ൻ അബൂ ഖുഹാഫയെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മഹത്തായ സന്ദേശങ്ങളെ സംബന്ധിച്ച് നാം പറയുകയുണ്ടായി. അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ വിശദമായി പഠിക്കുവാനും കേൾക്കുവാനുമാണ് നാം താല്പര്യം. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ റസൂൽ കഴിഞ്ഞാൽ പിന്നെ ഈ സമുദായത്തിലെ ഒന്നാമനാണ് അബൂബക്കർ ബിൻ അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഓരോ അധ്യായങ്ങളും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതം എവിടെ നിന്നാണ് വഴിതെറ്റുന്നത്, എവിടെ നിന്നാണ് വഴിതെറ്റിയത് എന്നറിയാമോ? അബൂബക്കർ റളിയല്ലാഹുവിനെ പോലുള്ള വ്യക്തിത്വങ്ങളെ നാം അവഗണിക്കുകയും അവരുടെ ജീവിതത്തെയൊക്കെ വെറുതെ നമ്മളൊരു കഥയായി മാത്രം കേട്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം നമ്മളിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മറിച്ച് ആ മഹാന്മാരായ മഹാരഥന്മാരായ സ്വഹാബിവരന്മാർ അവരുടെ ജീവിതം എങ്ങനെയാണ് കെട്ടിപ്പടുത്തത്, എങ്ങനെയാണ് അവർ ജീവിച്ചത്, ആ ജീവിതത്തിൽ അവർ പുലർത്തിയ മൂല്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും നമ്മൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അതിനെ സ്വാംശീകരിക്കാനും ശ്രമിക്കുകയാണ് എങ്കിൽ നമുക്ക് പ്രയാസങ്ങൾ ഒന്നും ഉണ്ടാവില്ല. എന്തായിരുന്നാലും നമ്മുടെ സഹോദരന്മാർ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള കമന്റുകൾ ഇനി അവസാനിപ്പിക്കാം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. നമ്മുടെ ഉദ്ദേശം നല്ലതാണ്, നമ്മൾ നല്ലൊരു ഉദ്ദേശവുമായിട്ടാണ്. ഉദ്ദേശം നന്നാകുമ്പോൾ ആ ഉദ്ദേശം കൊണ്ടാണ്. അതാണ് നമ്മുടെ വജ്രായുധം എന്ന് പറയുന്നത്. ഇസ്ലാമിലെ വജ്രായുധം എന്ന് പറയുന്നത് വാളോ തോക്കോ ബോംബോ അല്ലെങ്കിൽ ആൾക്കാരോ അല്ലെങ്കിൽ തക്ബീറുകളുടെ അകമ്പടിയോ കേരള യാത്രയോ അല്ലെങ്കിൽ അതൊന്നും അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മാർത്ഥതയാണ്. നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ഒരു കാര്യം പറയാൻ പോകുന്നു, നമ്മൾ നല്ല ഉദ്ദേശത്തോടെ ഒരു കാര്യം കേൾക്കാനിരിക്കുന്നു. ഈ ആത്മാർത്ഥതയെ തോൽപ്പിക്കാൻ നാം ആത്മാർത്ഥതയിൽ ശരിയുള്ളവരാണ് എങ്കിൽ ഒരിക്കലും ഒരാൾക്കും എത്ര വലിയ ഒച്ചയ്ക്കും സാധ്യമാവില്ല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ ലോകത്തേക്ക് തിരിച്ചു വരികയാണ്. നമുക്ക് വഴിവക്കിൽ ഒരുപാട് കേൾക്കേണ്ടി വരും. അത് ദുനിയാവിന്റെ ഒരു പ്രത്യേകതയാണ്. വഴിവക്കിൽ കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ നമ്മൾ കമന്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊന്നും എത്തിക്കൂടുന്ന കാര്യങ്ങളല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇസ്ലാമിനോടൊപ്പം പറിച്ചു നടപ്പെട്ട സംഭവം നാം പറയുകയുണ്ടായി. ഹിജ്റ സംഭവം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ 4-ാം വേദത്തിൽ അന്ത്യനാളുവരെ പാരായണം ചെയ്യപ്പെടാനുള്ള പരിശുദ്ധ കലാമിൽ എന്ന് പ്രശംസിക്കാൻ വരെ ഇടയാക്കിയ ആ മഹത്തായ യാത്രയെ സംബന്ധിച്ച് നമ്മൾ പറയുകയുണ്ടായി. അതിനുശേഷം മദീനയിലെ ജീവിതത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്തായ സാന്നിധ്യങ്ങളെ സംബന്ധിച്ച് നാം ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. പിന്നെ നമ്മൾ പരിഭവപ്പെടുകയും ചെയ്യുകയുണ്ടായി. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ മദീന ജീവിതത്തിന്റെ പ്രത്യേകിച്ചും മുഴുവൻ അധ്യായങ്ങളും പറയാൻ മാത്രം നമ്മുടെ ജീവിതത്തിന് തന്നെ സമയമുണ്ടാവില്ല. അത്രമാത്രം വലിയ വലിയ സംഭവങ്ങളാണ്, അധ്യായങ്ങളാണ് അതെല്ലാം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നാം അദ്ദേഹം ഖലീഫയാകുന്ന അദ്ദേഹത്തിന്റെ ഖിലാഫത്തിലേക്ക് കടന്നു വരികയായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിലേക്ക് കടന്നു വരുന്ന ആ സാഹചര്യത്തെ വിശദീകരിക്കുവാൻ നമുക്ക് കൂടുതൽ സമയം വേണ്ടി വന്നു. കാരണം എന്തെന്നാൽ അത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംഭവമാണ്.
ഒരു ഭരണാധികാരി മരണപ്പെട്ട് പുതിയൊരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്ന പ്രക്രിയയല്ല ഇവിടെ നടക്കുന്നത്. തീരെ ഭരണാധികാരികളെ ഇല്ലാതെ ഒരു പ്രവാചകന്റെ കണ്ണിലേക്കും കാതിലേക്കും നാവിലേക്കും നോക്കി മാത്രം ജീവിച്ചു വന്നവരായ ഒരു സമൂഹം. ആ സമൂഹത്തിന് ആ പ്രവാചകന്റെ സാന്നിധ്യം നഷ്ടമായപ്പോൾ ഇനി ആരാണ് അവരുടെ കാര്യങ്ങൾ നോക്കുവാൻ എന്നതിനെ സംബന്ധിച്ചൊരു പുതിയ ഭരണാധികാരി ഉണ്ടാവാൻ പോവുകയാണ്. ആ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുന്നത് അവർക്ക് മുമ്പ് പരിചയമില്ല. അവരുടെ ഏത് സംവിധാനത്തിലൂടെയാണ് ഭരണാധികാരിയെ തെരഞ്ഞെടുക്കേണ്ടതെന്ന് അവർക്കറിയില്ല. അതൊന്നും അറിയില്ല. അവരൊന്നും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അധികാരത്തിന് വേണ്ടി അവിടെ മൽപ്പിടുത്തങ്ങളോ ഒന്നും നടക്കുന്നില്ല. താൻ പോരിമ കാണിക്കാൻ, ആളാവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ സഹാബിമാർക്കിടയിൽ ഒരിക്കലുമില്ല. അവരെല്ലാം വിശുദ്ധരാണ്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കിടന്നുകൊണ്ടാണ് അവരുടെ ജീവിതങ്ങൾ തഴച്ചു വളർന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നാം ആരംഭിച്ചത് മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തോടുകൂടെയായിരുന്നു. ആ വഫാത്ത്, നബിയുടെ വഫാത്ത് സംഭവിച്ച ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറമാടുന്നതിന് മുമ്പായി വളരെ ഖേദകരമായ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു. അത് ബനു സായിദ കുടുംബക്കാരുടെ ഒരു പന്തലിൽ, അവരുടെ ഒരു പന്തൽ എന്ന് പറഞ്ഞാൽ അവിടെ സാധാരണഗതിയിൽ വലിയ സമ്മേളനങ്ങളൊക്കെ നടക്കാറുള്ള, സംഗമങ്ങളൊക്കെ നടക്കാറുള്ള മദീനയിലെ സ്ഥലമാണ്. മക്കായിലെ ദാറുൻ നദ്വ പോലുള്ള ഒരു സ്ഥലമാണ് ആ സഖീഫ എന്ന് പറയുന്നത്. ആ സഖീഫയിൽ അൻസാരികളായ ആൾക്കാർ ഒരുമിച്ച് കൂടി. അവർ ഒരുമിച്ച് കൂടിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്നും അവരെന്തൊക്കെ ചർച്ചയാണ് ചെയ്തത് എന്നും എന്തുകൊണ്ടാണ് അത്തരം ചർച്ചകളിലേക്കൊക്കെ അവർ പോയത് എന്നും ഒക്കെയുള്ള വിശദാംശങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നാം എത്തിനിന്ന ആ രംഗം എന്ന് പറയുന്നത് അൻസാരികൾ ബനു സായിദ കുടുംബക്കാരുടെ സഖീഫത്തിൽ ഒരുമിച്ച് കൂടിയതിനു ശേഷം അവര് കാര്യങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിരിക്കുകയാണ്. സമൂഹത്തിന് നേതാവില്ലാതിരുന്നാൽ പലതരം അനാർക്കികളും ഉണ്ടായിത്തീരും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു നേതാവിനെ കണ്ടെത്തേണ്ടത് ആവശ്യമാണ്. മുഹാജിറുകളായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ തന്നെ കൂടിയിരിക്കുകയാണ്. നബിയുടെ അന്ത്യകർമ്മങ്ങളിലാണ് അവരുടെ ശ്രദ്ധയെല്ലാം. മാത്രമല്ല ഒരുപക്ഷെ മുഹാജിറുകൾ അവർക്ക് പരിശുദ്ധമായ മക്കായിലേക്ക് തന്നെ അവർ തിരിച്ചു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായിരുന്നാലും അൻസാരികൾ, നമ്മൾ ഓരോ രംഗങ്ങളിലും ഇസ്ലാമിനെ സഹായിക്കാൻ എല്ലാ അർത്ഥത്തിലും സന്നദ്ധരായവർ എന്ന നിലക്ക് നമ്മൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടത് അനിവാര്യമാണല്ലോ എന്ന് കരുതി അവർ ഒരുമിച്ച് കൂടിയിരിക്കുകയും അങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർ എല്ലാവരുടെയും മുക്തകണ്ഠ പ്രശംസയോടുകൂടെയും അംഗീകാരത്തോടുകൂടെയും ഒരാളെ ഖലീഫയുടെ സ്ഥാനത്തേക്ക്, പുതിയ ഖലീഫയായി, പുതിയ ഭരണാധികാരിയായി നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ്. അത് മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹുവിനെ ആയിരുന്നു. മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ രണ്ട് അഭിപ്രായമുള്ള ആളല്ല. എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും അംഗീകാരവും ആദരവും എല്ലാം ഇഷ്ടം പോലെ നേടിയെടുത്ത മഹാനായ സൗഭാഗ്യവാനായ സഹാബിവരനാണ് മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് അന്ന് സുഖമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സദസ്സിൽ അദ്ദേഹം എത്തിയിരുന്നത് വളരെ പ്രയാസപ്പെട്ടായിരുന്നു. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. എന്തായിരുന്നാലും എല്ലാവരും അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചു. അതിനെതിരെ അഭിപ്രായങ്ങളൊന്നും വന്നില്ല. ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ബനു സായിദ കുടുംബക്കാരുടെ പന്തലിൽ പുരോഗമിക്കുന്നുണ്ട് എന്ന വാർത്ത അറിഞ്ഞുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് സമൂഹത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇടപെടുക എന്ന മഹത്തായ ഉദ്ദേശത്തോടുകൂടെ, നല്ല ഉദ്ദേശത്തോടെ, സദുദ്ദേശത്തോടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു എന്നീ മൂന്ന് സഹാബിവരന്മാർ ബനു സായിദ കുടുംബക്കാരുടെ പന്തലിലേക്ക് കയറി ചെന്നു. ആരും പ്രതീക്ഷിക്കുന്നില്ലാത്തൊരു സമയത്ത് അപ്രതീക്ഷിതമായ മൂന്ന് പേരെയും കണ്ടതോടുകൂടെ അൻസാരികളായ സഹാബിവരന്മാർക്കിടയിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയുണ്ടായി. എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു മൂന്നാളും വരാൻ കാരണം? നമ്മളൊരു തീരുമാനം എടുക്കുന്നതിനെ മറികടക്കാനോ അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യാനോ ഒക്കെ വേണ്ടി വരികയാണോ എന്നൊക്കെ തന്നെയും ചില ആൾക്കാർക്ക് തോന്നുകയുണ്ടായി. പക്ഷെ ഇവിടേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കാലഘട്ടത്തിൽ ഇന്ന് അധികാരത്തിന് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പോരടിക്കുന്ന ഒരു സ്വഭാവത്തിലല്ല ഇവിടെ ഒന്നും നടക്കുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരൊക്കെ വളരെ ആത്മാർത്ഥം. ഒരാളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ ആ അഭിപ്രായത്തിന് മുന്നിൽ രണ്ടാമത്തെ വേറൊരു ഉദ്ദേശം അദ്ദേഹത്തിന് ഉണ്ടാവില്ല. വളരെ നല്ല ഉദ്ദേശത്തോടെ അദ്ദേഹത്തിന്റെ ഇജ്തിഹാദ് അനുസരിച്ച് കൊണ്ടുള്ള ഒരു അഭിപ്രായം പ്രകടനമാണ്. എന്നാൽ ആ അഭിപ്രായ പ്രകടനത്തിൽ കടിച്ചു തൂങ്ങുവാനോ പക്ഷമായി വേറിട്ട് നിൽക്കുവാനോ ഒന്നും അവർ ശ്രമിക്കാറില്ല. അതൊക്കെ ഏറ്റവും പ്രധാനമായി നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണ്, പ്രത്യേകിച്ചും ഈ അധ്യായത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടുവരുമ്പോൾ.
എന്തായിരുന്നാലും ആ രംഗം അതായിരുന്നു രംഗം. അതായത് അൻസാരികൾ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി പേര് നിർദ്ദേശിച്ചു കഴിഞ്ഞു. ആ സമയത്ത് മുഹാജിറുകളായ ഈ 3 പ്രധാനപ്പെട്ട സഹാബിയന്മാരും അങ്ങോട്ട് കടന്നു ചെന്നു. അങ്ങനെ കടന്നു ചെന്നതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് നമുക്ക് പറയാൻ ഉള്ളത്. ഇൻഷാ അള്ളാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകുമാറാവട്ടെ. ഏതായിരുന്നാലും ആ സംഭവം ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, ബുഖാരിയിലും മുസ്ലിമും ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ചെന്ന് ആ സഖീഫയിലെത്തിയപ്പോൾ അവിടെ ഉണ്ട് ഒരാള് മൂടി പുതച്ചിരിക്കുമ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു, ആരാണത് എന്ന് ചോദിച്ചു. പറഞ്ഞു, സഅദ് ബിൻ ഉബാദയാണത് എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായി, എല്ലാവരും കൂടി നിൽക്കുന്നു, അവരുടെ നടുവിൽ ഒരാൾ മൂടി പൊതിച്ച് ഏകദേശം ബഹുമാനിക്കപ്പെടുന്ന ക്രമത്തിൽ അവിടെ നിൽക്കുന്നു. ആ നിൽക്കുന്ന ആൾ സഅദ് ബിൻ ഉബാദയാണ് എന്ന് മനസ്സിലായതോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു കാര്യം മനസ്സിലായി. അൻസാരികൾ എല്ലാവരും സഅദ് ബിൻ ഉബാദയെ പുതിയ ഭരണാധികാരിയായി നാമനിർദ്ദേശം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഈ സംഭവത്തിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ എന്താണ്, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ കൂനിക്കൂടിയിരിക്കുന്നത്, എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ മൂടി പൊതിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അദ്ദേഹത്തിന് പനിയാണ്, സുഖമില്ല, അതുകൊണ്ടാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ 3 മഹാന്മാരായ സഹാബിവന്മാരും അവരോടുകൂടെ അവിടെ ഇരുന്നതോടുകൂടെ എന്ത് ചെയ്യുന്നവരോ, അൻസാരികളുടെ കൂട്ടത്തിലെ ഒരു പ്രസംഗകൻ എഴുന്നേറ്റു. ആ പ്രസംഗകൻ ആരാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ പറയുന്നില്ല. പൊതുവെ അൻസാരികൾക്ക് വേണ്ടി ഇത്തരം രംഗങ്ങളിലൊക്കെ പ്രസംഗിച്ചിരുന്ന ആൾ മഹാനായ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ആണ് എന്നത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ആയിരിക്കാം ഇവിടെയും പ്രസംഗിക്കാൻ നിൽക്കുന്ന ആൾ, അല്ലെങ്കിൽ വേറെ ഒരു സഹാബിയായിരിക്കും. എന്തായാലും അൻസാരിയായ ഒരാൾ എഴുന്നേറ്റുന്നു. അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് അവിടെ വെച്ചുകൊണ്ട് പിന്നെ പറഞ്ഞു, ഹംദും സ്വലാത്തൊക്കെ ചെല്ലിന് ശേഷം പറഞ്ഞു, അമ്മാ ബഅദു ഫനഹ്നു അൻസാറുല്ലാഹി വകതീബത്തുൽ ഇസ്ലാം, ഞങ്ങൾ അല്ലാഹുവിന്റെ അൻസാരികളാണ്, മാത്രമല്ല ഇസ്ലാമിന്റെ സൈന്യവുമാണ്. അന്തും നിങ്ങൾ മഅശറൽ മുഹാജിരീൻ, നിങ്ങൾ മുഹാജിരീങ്ങളെ റഹ്തുൻ, നിങ്ങളൊരു കൂട്ടക്കാർ മാത്രമാണ്, ഒരു കൂട്ടാൾക്കാർ മാത്രമാണ്, ഒരു സംഘം മാത്രമാണ് എന്ന് പറയുകയുണ്ടായി. സത്യത്തിൽ ഈ അൻസാരിയായ പ്രസംഗകൻ ഒരു തരം വിവാദങ്ങളിലേക്ക് വിഷയങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. കാരണം എന്താ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് അൻസാരികൾ ഞങ്ങളൊരു വലിയ സംഘമാണ്, നിങ്ങൾ ചെറിയൊരു സംഘമാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഞങ്ങളാണ് ഭരണകാര്യങ്ങളും ഭരണാധികാരിയെ കണ്ട് എത്താനുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് സത്യത്തിൽ ചെയ്യേണ്ടത്, നിങ്ങളല്ല, നിങ്ങൾ ചെറിയൊരു സംഘം ആൾക്കാർ മാത്രമാണ്, ഞങ്ങൾ വലിയൊരു കൂട്ടം ആൾക്കാരാണ്, ഞങ്ങൾ വലിയൊരു സൈന്യമാണ് എന്ന് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ സഹാബി ഉദ്ദേശിക്കുന്നത് മുഹാജിരീങ്ങളിൽ, അതായത് മക്ക വിജയത്തിന് മുമ്പ് ഹിജ്റ വന്ന സഹാബിമാരെയാണ്. അവര് എണ്ണത്തിൽ കുറവായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ മക്ക വിജയത്തിന് ശേഷം ഉണ്ടായ ഹിജ്റ എന്ന് പറയുന്നത് വല്ലാത്തൊരു ഒഴുക്കായിരുന്നു. അൻസാരികളുടെ ഇരട്ടിയിലധികം, എത്രയോ ഇരട്ടികൾ വരുന്ന മുസ്ലിമീങ്ങൾ മുഹാജിരിങ്ങളായി ഉണ്ട്. ഏതായിരുന്നാലും ഈ അൻസാരിയായ പ്രസംഗിപ്പിക്കുന്നത് ഞങ്ങളാണ് ഭരിക്കേണ്ടത് എന്ന ഒരു ടോണിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെ അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു, അതിനിടയിലാണ് ബാഹുവൻഹും ഇവർ വന്നിരിക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അപ്പം അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്, ഞങ്ങൾ അൻസാരികളാണ്, ഞങ്ങൾ മുഹാജിരിങ്ങളാണ്, ഞങ്ങൾ വലിയവരാണ്, നിങ്ങൾ ചെറിയവരാണെന്നാണ് പറയുന്നത്. ഇത് സത്യത്തിൽ വല്ലാത്തൊരു വേദനാജനകമായ കമന്റ് ആയിരുന്നു എന്ന് തന്നെ വേണം പറയുവാൻ. കാരണം മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൊറ്റ ചരടിൽ ഈ സമൂഹത്തെ മുഴുവൻ കോർത്തെടുത്ത മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുകയും അവരുടെ മരണാനന്തര കർമ്മങ്ങൾ പോലും പൂർത്തിയാക്കുകയും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്ന സ്വരത്തിലുള്ളൊരു സംസാരം അവിടെ വന്നത് വളരെ ഖേദകരമായിരുന്നു എന്നാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനിക്ക് ഇത് കേട്ടപ്പോൾ അത്ര രസിച്ചില്ല. കാരണം അനൈക്യം എന്ന് പറയുന്നത്, സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അതൊരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പെട്ടെന്ന് പ്രതികരിക്കാൻ വേണ്ടി അങ്ങോട്ട് എഴുന്നേൽക്കാൻ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ അബൂബക്കർ റളിയല്ലാഹുവിനോടുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, അലാ റിസ്ലിക്, ഉമർ നിൽക്കൂ, പറയാൻ വരട്ടെ എന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്.
അദ്ദേഹത്തിന്റെ ബൗദ്ധികമായ, ബുദ്ധിപരമായ, അതുപോലെ തന്നെ ശാസ്ത്രീയവുമായ അദ്ദേഹത്തിന്റെ നീക്കങ്ങളൊക്കെ വളരെ മാന്യമായ നീക്കമായിരിക്കും. ഈ രംഗത്ത് അൻസാരി പറഞ്ഞ വാക്ക് കുറച്ച് കടന്നുപോയി എന്നത് ശരിയാണ്. ഇതിന് ഉമർ റളിയല്ലാഹുവിന് മറുപടി പറയുകയാണ് എങ്കിൽ ഒരു പക്ഷേ വിഷയങ്ങൾ കൈവിട്ടു പോകും. അത് അബൂബക്കർ റളിയല്ലാഹുവിന് അറിയാം. കാരണം ഉമർ റളിയല്ലാഹു വളരെ ഗൗരവക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹുവിനെ ആദ്യം തടഞ്ഞു. അൻസാരിയോടൊന്നും പറയാതെ ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഉമർ നിങ്ങൾ ഇപ്പോൾ ഇടപെടരുതെന്ന് പറഞ്ഞു. ഏതായിരുന്നാലും കാരണം എന്തെന്നാൽ തീവ്രത എന്ന് പറയുന്നത് അപ്പോഴാണ്. തീവ്രത എന്ന് പറയുന്നത് ഇത്തരം രംഗങ്ങളിൽ വല്ലാത്ത ഒരു ഗുരുതരമായ പ്രത്യേകത ഉണ്ടാക്കും. നമ്മൾ അകന്നു പോകാൻ പാടില്ലല്ലോ. നമ്മൾ അടുപ്പിക്കുവാനുമാണ് നമ്മൾ എല്ലാ രംഗത്തും ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്നോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞപ്പോൾ മൂപ്പരഞ്ഞ് ദേഷ്യം പിടിപ്പിക്കണ്ടെന്ന് ഞാനും വിചാരിച്ചു. മാത്രമല്ല എല്ലാവരുടെയും അംഗീകാരം എന്നെക്കാളേറെയുള്ള ആളാണല്ലോ അബൂബക്കർ. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു അതിന് മറുപടി പറയാൻ നിന്നു. ഞങ്ങൾ അൻസാരികൾ, നിങ്ങൾ മുഹാജിരിങ്ങൾ, ഞങ്ങൾ വലിയ കൂട്ടക്കാർ, നിങ്ങൾ ചെറിയ കൂട്ടക്കാർ എന്നൊക്കെ തരത്തിലുള്ള ഈ പ്രസംഗം ഉണ്ടായപ്പോൾ അതിന് മറുപടി പറയാൻ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു തന്നെ എഴുന്നേറ്റ് നിന്നു എന്നാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്നു പറഞ്ഞ ആ അഭിപ്രായം, അന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഈ സഹാബിയുടെ, ഈ അൻസാരിയായ സഹാബിയുടെ വർത്തമാനത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രതികരണം എന്ന് പറയുന്നത്, നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത് വളരെ വളരെ ശാസ്ത്രീയമായതായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ വിലയിരുത്തുന്നത്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആദ്യം തന്റെ പ്രസംഗം തുടങ്ങിയത് തന്നെ, അൻസാരികളെ നിങ്ങൾ ശ്രേഷ്ഠരാണ്, നിങ്ങൾ വലിയ മഹത്വമുള്ളവരാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ധാരാളം നിങ്ങളെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇസ്ലാമിനെ സഹായിച്ചവരാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ സഹായിച്ചവരാണ്, നിങ്ങൾ യുദ്ധങ്ങളിൽ സഹായിച്ചവരാണ്, കൈമൈ മറന്ന് എല്ലായിടത്തും സഹായിച്ചവരാണ്. നിങ്ങളുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയാത്തതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ലൗ സലക്കന്നാസു വാദിയൻ വസലക്കൽ അൻസാറു വാദിയൻ, ജനങ്ങളെല്ലാം ഒരു ഭാഗത്തേക്ക് പോവുകയും അൻസാരികൾ മാത്രം വേറൊരു ഭാഗത്തേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ലസലക്തു വാദിയൽ അൻസാർ, ഞാൻ പോവുക അൻസാരികളോടൊപ്പമായിരിക്കുമെന്ന് നബി പറഞ്ഞിട്ടില്ലേ, അത് നിങ്ങളുടെ ശ്രേഷ്ഠതയാണ്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ ശാസ്ത്രീയമായിട്ടാണ് പറയുന്നത്. എന്താണ് ഇയാൾ ഇങ്ങനെ പറയാൻ കാരണം? എന്തിനാണ് ഞങ്ങൾ നിങ്ങൾ എന്നുള്ള ഭാഷയിൽ ഈ അൻസാരി സംസാരിക്കുന്നത് എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത്, അൻസാരികളെ നിങ്ങൾ വളരെ ശ്രേഷ്ഠന്മാരായ ആൾക്കാരാണ്, അതിൽ യാതൊരു സംശയവുമില്ല. മാ നുൻകിറു ഫളലക്കും വലാ ബലാഅക്കും ഫിൽ ഇസ്ലാം വലാ ഹഖഖുൽ വാജിബ അലൈന, നിങ്ങളുടെ ശ്രേഷ്ഠതയെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല, ഇസ്ലാമിന് നിങ്ങൾ ചെയ്ത ത്യാഗങ്ങളെ ഞങ്ങൾ ചെറുതായി കാണുന്നില്ല, മാത്രമല്ല നിങ്ങളോടുള്ള ഞങ്ങളുടെ കടമകൾ ഞങ്ങൾ ഒരിക്കലും വിസ്മരിക്കുന്നില്ല. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസംഗം തുടങ്ങിയ ഈ വാചകങ്ങൾ തന്നെ ആ പന്തലിൽ വല്ലാത്ത ഒരു ശാന്തിയും സമാധാനവും വിതച്ചു എന്നാണ് പറയുന്നത്. അതുവരെയും വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്തകളിലേക്ക് ഒഴുകിപ്പോകാനുള്ള വികാരവുമായി നിൽക്കുകയായിരുന്ന അൻസാരികളുടെ മനസ്സ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു ആമുഖം കൊണ്ട് തന്നെ ശാന്തമായി എന്നാണ് പറയുന്നത്. എന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, പക്ഷേ നിങ്ങൾ വളരെ ശ്രേഷ്ഠതയുള്ളവരാണ്, അതിൽ സംശയിക്കുന്നില്ല, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലാകിന്നൽ അറബ് ലാ തഅരിഫു ഹാദൽ അംറ ഇല്ലാ ലിഹാദൽ ഹയ്യ് മിൻ ഖുറൈശ്. നിങ്ങളൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഭരണം, അധികാരം എന്നൊക്കെ പറയുന്നത് അറബ് ജനതയെ സംബന്ധിച്ചിടത്തോളം അറബ് ജനത അംഗീകരിക്കണമെങ്കിൽ ഖുറൈശിയായ ഒരാൾ അധികാരത്തിൽ വരാതെ പറ്റില്ല. ഖുറൈശികളായ ആൾക്കാരെ അല്ലാതെ ഭരണാധികാരികളായി അംഗീകരിക്കുവാൻ അറബികൾ പൊതുവെ തയ്യാറായിക്കൊള്ളണമെന്നില്ല. കാരണം വഹും ഔസത്തുൽ അറബി ദാറൻ വ അൻസാബൻ, കുടുംബത്തിന്റെ വിഷയത്തിലും വീടുകളുടെ വിഷയത്തിലും നാടുകളുടെ വിഷയത്തിലുമെല്ലാം അവർ അറബികളുടെ മധ്യനിലയിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ സമർത്ഥമായി ഇടപെടുകയാണ് ചെയ്യുന്നത്. അതേസമയം അബൂബക്കർ റളിയല്ലാഹു അൻഹു അധികാരം കിട്ടാൻ വേണ്ടിയുള്ള വർത്താനല്ല പറയുന്നത്. അത് നമ്മൾ ശരിക്കും ഈ വിഷയം വിശദീകരിച്ച് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സത്യത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? അബൂബക്കർ റളിയല്ലാഹു തആല പറയുന്നത് അറബികളുടെ ഒരു പൊതുവായ സ്വഭാവം എന്ന് പറയുന്നത്, അവര് മദീനക്കാരായ സഹാബിമാരായ അൻസാരികൾ അവർ മാന്യന്മാരാണ്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മാന്യന്മാരാണ്, നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ്, അതിൽ സംശയങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു ഭരണാധികാരി ഉണ്ടാകാൻ പോകേണ്ടത് മദീനയിൽ ഒരു ഭരണാധികാരിയല്ല, മറിച്ച്
അറേബ്യയിൽ ഒരു ഭരണാധികാരിയാണ്, ഇസ്ലാമിക രാജ്യത്തിനാണ് ഒരു ഭരണാധികാരി ഉണ്ടാവേണ്ടത്, മദീനക്ക് മാത്രമല്ല. മദീനക്ക് മാത്രമാണ് എങ്കിൽ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു എമ്പാടും മതിയാകുമായിരുന്നു. പക്ഷേ നമുക്ക് ഭരിക്കേണ്ടത് മദീനയിലെ ജനങ്ങളെ മാത്രമല്ല, മറിച്ച് നമുക്ക് ഭരിക്കേണ്ടത് അറേബ്യയെ മുഴുവനുമാണ്. പരുക്കന്മാരായ അറബികൾക്ക് അത് ബോധിക്കണമെന്നുണ്ടെങ്കിൽ ഖുറൈശികളെ, കാരണം കാലാകാലങ്ങളായി ഖുറൈശികളാണ് ആ ശ്രേണിയിൽ നിൽക്കുന്നവർ. അധികാരം എന്ന് പറയുന്നത് മക്കായിലാണെങ്കിലും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന് ശേഷം വന്ന അധികാരത്തിന്റെ കൈവഴികളൊക്കെ ഖുറൈശികളുടേതാണ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഖുറൈശികൾ അധികാരത്തിൽ വന്നാലല്ലാതെ അറബികൾ അംഗീകരിക്കാമെന്നില്ല. മാത്രമല്ല, അറബികളുടെ മനസ്ഥിതിയും അറിയാൻ ഏറ്റവും അധികം കഴിയുന്ന ആൾക്കാർ, അതാണ് ഔസത്തുൽ അറബ് എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വലൈസത്തിൽ ഖളിയത്തു ഹിയ ഹുക്മുൽ മദീനത്തുൽ മുനവ്വറ, മദീന മുനവ്വറ ഭരിക്കാനുള്ള വിഷയമല്ല നമ്മുടെ വിഷയം, മറിച്ച് അങ്ങനെയാണെങ്കിൽ ഹത്താ നഖ്താറ ഹാകിമ മിൻ അഹ്ലിഹാ അലൈഹ, മദീന ഭരിക്കാൻ മദീനയിൽ ഒരാളെ തിരഞ്ഞെടുത്താൽ മതി. ഇവിടെ മദീനയിൽ നിന്നല്ല, മദീന മാത്രമല്ല ഭരിക്കേണ്ടത്, മദീന അടക്കമുള്ള ഇസ്ലാമിക രാജ്യത്തെയാണ് ഭരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത് ഞങ്ങൾ ഖുറൈശികൾ എന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന് അധികാരം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അധികാരം കൊടുക്കണമെന്നോ അങ്ങനെയുള്ള ഉൻസുരിയത്ത്, ഖബലിയത്ത് തുടങ്ങിയ ചീത്ത വിചാരങ്ങളല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു നയിക്കുന്നത്. പക്ഷെ അദ്ദേഹം എന്താ പറയുന്നത്? വലാകിന്നഹു മിൻ ബാബി ഫിഖ്ഹിൽ വാഖിഅ, ഫിഖ്ഹുൽ വാഖിഅ, വസ്തുത. വസ്തുത എന്ന് പറയുന്ന ശാസ്ത്രം, പ്രമാണം, അതൊരു പ്രമാണമാണ്, അതൊരു ശാസ്ത്രമാണ്, അതിനെ നമ്മൾ നിരാകരിക്കാൻ പാടില്ല. അതുകൊണ്ട് അറബികളെ മുഴുവൻ ഭരിക്കാൻ അറബികളുടെ അംഗീകാരം ലഭിക്കാവുന്ന ഒരു ഭരണാധികാരിക്ക് കഴിയൂ. അത് ഖുറൈശികൾക്ക് മാത്രമാണ്. കാരണം ഖുറൈശികളാണ് കാലാകാലങ്ങളായി അധികാര സ്ഥാനങ്ങളിൽ നിന്നിട്ടുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ആ മറുപടിയിൽ രണ്ടാമതായി പറഞ്ഞത് അതാണ്, വലാകിന്നൽ അറബ് എന്ന് പറഞ്ഞുകൊണ്ട് ലാ താരിഫു ഹാദൽ അംറ ഇല്ലാ ലിഹാദൽ ഹയ്യ മിൻ ഖുറൈശ്, ഖുറൈശികളുടെ ഈ കുടുംബത്തിനല്ലാതെ അധികാരം എന്ന് പറയുന്നത് വെച്ചു കൊടുക്കുന്നത് അറബികൾക്ക് പരിചിതമായ കാര്യമല്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രസംഗം ഈ അർത്ഥത്തിലൂടെ പോയപ്പോൾ എല്ലാവരും വളരെ സൗമനസ്യത്തോടെ, വളരെ ശാന്തിയോടെ കേട്ടു. കാരണം എന്താ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തിന് വേണ്ടി വാദിക്കുകയാണ്, തന്റെ ഉൻസുറിന് വേണ്ടി വാദിക്കുകയാണ്, തന്റെ പക്ഷത്തിന് വേണ്ടി വാദിക്കുകയാണ് എന്നൊന്നും ആർക്കും തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. കാരണം അത്രമാത്രം വിശുദ്ധനാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. മാത്രമല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യം അത് അത്രമാത്രം അറിയപ്പെടുന്ന കാര്യമാണ്. മദീനക്കാരായ ആൾക്കാർ മദീനയിലും ഇസ്ലാമിന്റെ മുമ്പിലും വളരെ ശ്രേഷ്ഠന്മാരാണ് എന്നൊരു സംശയങ്ങളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം പുകഴ്ത്തിയ ഒരു വിഭാഗമാണ് അൻസാരികൾ. പക്ഷെ ഇവിടെ നമുക്ക് ഭരണാധികാരി എന്ന് പറയുന്നത് മദീനയുടെ ഭരണാധികാരി അല്ല തിരഞ്ഞെടുക്കേണ്ടത്, അറബ് ലോകത്തിൻ്റെതാണ്. അറബ് ലോകത്തിന്റെ അംഗീകാരം കിട്ടണമെങ്കിൽ അത് ഖുറൈശികൾ തന്നെ നിന്നാലേ നടക്കുകയുള്ളൂ. അതാണ് അദ്ദേഹത്തിൻ്റെത്. അതുകൊണ്ട് ഫിഖ്ഹുൽ വാഖിഅ എന്ന് പറയുന്ന വസ്തുതയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് സഹാബിമാർക്കെല്ലാം ബോധ്യമാവുകയാണ്, അൻസാരികളായ സഹാബിമാർക്കെല്ലാവർക്കും. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞതിന് ശേഷം ശാന്തമാക്കി, ആ സദസ്സിനെ ശാന്തമാക്കി കൈയെടുത്തതിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ പ്രസംഗം ഉപസംഹരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, വഖദ് റളീതു ലക്കും അഹദ ഹാദൈനി റജുലൈൻ, ഇതാ ഈ നിൽക്കുന്ന രണ്ട് ഖുറൈശികളിൽ ഒരാളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുകയാണ്. ഫബായിഉഹു അയ്യുഹുമാ ശിഅ്തും, ഇവരിൽ ആരെയാണോ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചാൽ അവരെ നിങ്ങൾ ഖലീഫയായി അംഗീകരിക്കുക എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയും ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പറഞ്ഞത്. ആ വർത്താനം കേട്ടപ്പോഴേക്കും ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. ഉമർ റളിയല്ലാഹു അൻഹുവിനൊക്കെ സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറയാൻ ഫലം ഉക്രിഹു മിമ്മാ ഖാല ഗൈറുഹാ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ അനിഷ്ടം പ്രകടിപ്പിച്ചില്ല ഈ കാര്യമല്ലാതെ. ഈ കാര്യം, ഇതിനോട് എനിക്ക് തീരെ ഇഷ്ടപ്പെടാൻ കഴിയില്ല, രാജിയാവാൻ കഴിയില്ല. വല്ലാഹി ലിഅൻ ഉഖദ്ദമ ഫതുളറബ ഉനുക്കി, എന്നെ ഇങ്ങോട്ട് മുമ്പിലേക്ക് നീക്കുകയും എന്റെ പെരഡിയൻ വെട്ടലുമാണ് എനിക്ക് ഇതിനേക്കാൾ നല്ലത് എന്ന് പറയുകയാണ്. അഹബ്ബു ഇലയ്യ മിൻ അൻ അതഅമ്മറ അലാ ഖൗമിൻ ഫീഹിം അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഞാൻ ഖലീഫയാവുക, ഭരണാധികാരിയാവുക, അമീറാവുക എന്നൊക്കെ പറയുന്നതിനേക്കാൾ എന്റെ തല കൊയ്യുന്നതാണ് നല്ലത് എന്ന് പറയുകയുണ്ടായി. അതോടുകൂടെ ഉമർ റളിയല്ലാഹു അൻഹു ആ അഭിപ്രായത്തിൽ നിന്ന് പിന്നോട്ട് പോയി. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചുവെങ്കിലും വിഷയം അവിടെ അവസാനിക്കുന്നില്ല എന്നതാണ് സംഭവം. മഹാന്മാരായ സഹാബിവരന്മാർ അങ്ങനെയാണ്. അവർ ഏറ്റവും അസ്ലഹായ, ഏറ്റവും നന്മ ഏതിലാണ്
തങ്ങളുടെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുമ്പോൾ തങ്ങളുടെ കാര്യങ്ങൾ കൈവെള്ളയിൽ വെച്ച് കൊടുക്കുമ്പോൾ അത് ഏറ്റവും വിശ്വസ്തമായ കൈകളിലായിരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചർച്ച ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ ചർച്ചകളെ ഒന്നും നാം നെഗറ്റീവായി കാണരുത്. ഈ ചർച്ചകളൊക്കെ പോസിറ്റീവാണ്. ഈ ചർച്ചകളെയെല്ലാം ശരിക്കും അനലൈസ് ചെയ്ത ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് ഓരോ നീക്കങ്ങളും അൻസാരികൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ അഭിപ്രായത്തിന് എതിര് പറഞ്ഞ സാഹചര്യം വരെ ഉണ്ടാവുകയുണ്ടായി. പക്ഷേ അവർ അബൂബക്കർ റളിയല്ലാഹുവിനെ എതിർക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെയല്ല, അവരുടെ ഒരു സജഷൻ മുന്നോട്ട് വെക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു തന്റെ ഈ നിർദ്ദേശം വെച്ചപ്പോൾ അൻസാരികളുടെ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നു. ആ ആൾ ആരാണെന്നറിയാമോ? അത് ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു ആണ്. ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹുവിനെ ആദ്യം പരിചയപ്പെടാം. അദ്ദേഹത്തിനെ ആൾക്കാർ വിളിക്കാറുള്ളത് സാഹിബുർ റഈ അല്ലെങ്കിൽ ദുർറഈ എന്നാണ്. അതായത് അൻസാരികളുടെ കൂട്ടത്തിൽ, സഹാബിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ബുദ്ധിപരമായ അഭിപ്രായം പറയാൻ കഴിയുന്ന ആൾ എന്ന അംഗീകാരം കിട്ടിയ ആളാണ് ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം കൂടി ഓർമ്മപ്പെടുത്താം. അപ്പൊ നമുക്ക് ആ കാര്യം മനസ്സിലാവും. ബദർ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് തമ്പടിക്കാൻ തീരുമാനിച്ചപ്പോൾ നബിയുടെ മുമ്പിൽ വന്നുകൊണ്ട്, നബിയെ, ഇവിടെ തമ്പടിക്കണമെന്ന് താങ്കൾ തീരുമാനിച്ചതാണോ, അള്ളാഹ് നിശ്ചയിച്ചതാണോ, നിർദ്ദേശിച്ചതാണോ എന്ന് ചോദിക്കുകയുണ്ടായി. നബി പറഞ്ഞു അല്ല. ഇൻഷാ അല്ലാഹ് നബി പറഞ്ഞു അല്ല, അള്ളാഹ് നിർദ്ദേശിച്ചതല്ല, ഇവിടെ തന്നെ തമ്പടിക്കണം എന്ന് അള്ളാഹ് നിർദ്ദേശിച്ചതല്ല, ഞാൻ തീരുമാനിച്ചതല്ല. ഒരിടത്ത് തമ്പടിക്കണമല്ലോ, അതുകൊണ്ട് തമ്പടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നബിയെ ഇവിടെയല്ല തമ്പടിക്കേണ്ടത്, ഇന്ന സ്ഥലത്താണ് തമ്പടിക്കേണ്ടത് എന്ന് പറയുകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുകയും ആ അഭിപ്രായത്തെ നബി മാനിക്കുകയും ആ അഭിപ്രായത്തെ മാനിച്ചത് ബദർ യുദ്ധത്തിലെ ഏറ്റവും മനോഹരമായ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്ത ആ അഭിപ്രായത്തിന്റെ ഉടമയായിരുന്നു ഹുബാബ് ഇബ്നുൽ മുൻദിർ. അപ്പൊ ഹുബാബ് ഇബ്നുൽ മുൻദിറിനെ എല്ലാവരും ആ അർത്ഥത്തിൽ തന്നെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു ഈ രംഗത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം മൂന്നാമത്തെ ഒരു അഭിപ്രായം വന്നു. ഇപ്പൊ ഇവിടെ രണ്ട് അഭിപ്രായങ്ങൾ ഇതിനകം വന്നു കഴിഞ്ഞു ഈ സദസ്സിൽ. ഒന്ന്, അൻസാരികൾ മുഹാജിറുകൾ എത്തുന്നതിന് മുമ്പ് സഅദ് ഇബ്നു ഉബാദയെ ഖലീഫയായി നിശ്ചയിച്ചു പറഞ്ഞ് നിർദ്ദേശിച്ചു. രണ്ടാമത്തേത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടലായിരുന്നു അത്. അറബികളെയാണ് നമുക്ക് ഭരിക്കേണ്ടത്. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അംഗീകരിക്കാൻ കഴിയുക ഖുറൈശികളെയാണ്. കാരണം കാലങ്ങളായി ഖുറൈശികളാണ് ആ സാഹചര്യത്തിൽ ഉള്ളത്, ഭരണാധികാര മേഖലയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നിൽക്കുന്ന ഉമർ ഓർ അബൂ ഉബൈദ, ഈ രണ്ടുപേരിൽ ഒരാൾ റളിയല്ലാഹു അൻഹു, ഇവരിൽ ആരെങ്കിലും ഒരാളെ നിങ്ങൾ ഖലീഫയെ അംഗീകരിക്കണമെന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഹുബാബ് ഇബ്നുൽ മുൻദിർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നതെന്ന് അറിയാമോ? അദ്ദേഹം പറയുന്നത് വളരെ വിചിത്രമായ മൂന്നാമത്തെ അഭിപ്രായമാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, എന്നാൽ നമുക്ക് വേറൊരു പരിഹാരത്തിലേക്ക് പോകാം, ഞങ്ങളൊന്നും പറയണ്ട, നമുക്ക് വേറൊരു അനുരജ്ഞനത്തിലേക്ക് പോകാം. എന്താണ് അനുരജ്ഞനം എന്നറിയാമോ? അദ്ദേഹം നിർദ്ദേശിച്ചു, മിന്ന അമീറുൻ വ മിൻകും അമീറുൻ, നിങ്ങളിൽ നിന്ന് ഒരാൾ, നമ്മളിൽ നിന്ന് ആളും, രണ്ടാൾ കൂടി ഭരിക്കട്ടെ. ഹുബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ അഭിപ്രായം മാനിക്കപ്പെടേണ്ട അഭിപ്രായമാണ്. കാരണം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സഹാബിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഒന്നാമത്തേത്, അൻസാരികൾക്ക് ഭരണാധികാരം ഞങ്ങൾക്ക് തന്നെ കിട്ടണം എന്ന പിടിവാശിയില്ല, അവർ ആ പിടിവാശിയിൽ നിന്ന് പോരുകയാണ് എന്നതിന്റെ സൂചനയാണ്. കാരണം എന്താ? ഇതുവരെ ഞങ്ങളായിരിക്കണം ഭരണാധികാരികൾ എന്ന് പറഞ്ഞിരുന്ന അൻസാരികൾ അൻസാരികൾക്ക് ഇപ്പോ അധികാരത്തിന്റെ പകുതി മതി എന്ന, അത് പകുതിയിൽ അവർ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് ഈ വിഷയത്തിൽ. രണ്ടാമതായി, ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു സഹിഹ സനദോടുകൂടി റിവായത്ത് ചെയ്ത ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഈ ഭാഗത്തിന്റെ ഹദീസുണ്ട്. ഫഇന്നാ വല്ലാഹി മാ നൻഫുസു അലൈക്കും ഹാദൽ അംർ, ഞങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങളോട് പോരടിക്കാനൊന്നുമില്ല മുഹാജിറുകളെ, പക്ഷേ വലാകിന്നാ നഖാഫു അൻ യലീഹ അഖ്വാമുൻ ഖതൽനാ ആബാഅഹും വ ഇഖ്വതഹും. അദ്ദേഹം പറയുകയുണ്ടായി, ശരിയാണ്, DIC ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹു അൻസാരിയായ സഹാബിയാണ്. അപ്പൊ അൻസാരി ആണ് അഭിപ്രായം പറയുന്നത്. അൻസാരി പറയുന്ന അഭിപ്രായത്തിൽ, അപ്പൊ നേരത്തെ പറഞ്ഞ അൻസാരികൾ ഇതുവരെ എടുത്ത സ്റ്റാൻഡിൽ നിന്ന് ഒരു പകുതി വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് അതിൽ മനസ്സിലാകുന്നത്. മാത്രമല്ല അദ്ദേഹം തുടർന്ന് പറയുകയുണ്ടായി, ഞങ്ങൾക്ക് സത്യത്തിൽ അധികാരം കിട്ടണം എന്നുള്ള ആവശ്യം കൊണ്ടല്ല ഞങ്ങളിത് പറയുന്നത്, ഞങ്ങൾ ഈ കാര്യത്തെ പറ്റി ആലോചിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് എന്താണെന്നറിയാമോ, ഖുറൈശിയായ അല്ലെങ്കിൽ മുഹാജിറായ ഒരാളെ അധികാരം ഏൽപ്പിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ പിറ്റേന്ന് മക്കത്തെ ആൾക്കാര്, മുഹാജിരീങ്ങളും ഖുറൈശികളുമായ ആൾക്കാര്
അവരുടെ വാപ്പമാരെയൊക്കെ ഞങ്ങൾ ബദറിലും ഉഹദിലും കൊന്നതാണ് ധാരാളം, അതുകൊണ്ട് അവരതിന്റെ പ്രതികാരം ചെയ്യാൻ തയ്യാറാവുമോ എന്ന പേടിയാണ് ഞങ്ങൾക്കുള്ളത് എന്നൊക്കെ പറയുകയുണ്ടായി. അതുകൊണ്ട് അവർക്ക് സ്വന്തം ജീവിതത്തിലുള്ള പേടിയാണ്. അപ്പോ ഹുബാബുൽ മുൻദിർ റളിയല്ലാഹു അൻഹു നമ്മളിൽ നിന്നൊരു അമീറും നിങ്ങളിൽ നിന്നൊരു അമീറും എന്ന് പറഞ്ഞുവെങ്കിലും അതും പോസിറ്റീവായ നിർദ്ദേശമാണ്, അല്ലാതെ വിട്ടുവീഴ്ചയില്ലാത്ത കാര്യങ്ങളെ ഒക്കെ ഒരു കുഴപ്പത്തിലേക്ക് കൊണ്ടുചാടിക്കുന്ന ക്രമത്തിലുള്ള ഇടപെടലല്ലാതെ, മറിച്ച് ഞങ്ങൾ സൗമനസ്യത്തോടുകൂടെ ഞങ്ങൾ ഇത് പങ്കുവെക്കാൻ തയ്യാറാണ്. മാത്രമല്ല ഞങ്ങൾക്ക് ഇങ്ങനത്തെ ചില പേടിയുണ്ട്, മുഹാജിറുകൾ മാത്രം ഭരണാധികാരികളായി തീർന്നാൽ നാളെ പിറ്റേന്ന് ബദറിലും മുഹദിലും ഹന്തക്കിലും ഹുനൈനിലും ഒക്കെ ഞങ്ങളൊക്കെ പാടെ കൂടി മക്കാരായ ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ട്. അവരുടെയൊക്കെ മക്കളും പേരമക്കളൊക്കെ മുസ്ലിമീങ്ങളായി അവരൊക്കെ ഭരണാധികാരികളായി തീർന്ന ഒരു സാഹചര്യം വന്നാൽ അവരൊക്കെ ഞങ്ങളോട് പ്രതികാരം ചെയ്യുമോ എന്നുള്ള പേടിയാണ് ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും പക്ഷേ ഹുബാബുൽ മുൻദിർ ഇങ്ങനത്തെ ചില ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചുവെങ്കിലും അത് ആർക്കും സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ഒരു കാര്യം രണ്ടാൾ ഭരിക്കുക എന്ന് പറയുന്നതിന് പൊതുവെ മനുഷ്യ മനസ്സ് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം നടക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടി ആവില്ല മഹാനായ ഹുബാബുൽ മുൻദിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അതും വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം ഒരു ശാസ്ത്രീയമായി ബുദ്ധിപരമായി സൂത്രത്തിൽ അൻസാരികളെ അധികാരത്തിൽ നിന്ന് പിന്നോട്ട് മാറി, അതായത് താനടക്കമുള്ള അൻസാരികൾ അധികാരത്തിൽ നിന്ന് പിന്നോട്ട് മാറി മുഹാജിരീങ്ങളെ മുന്നോട്ട് വെക്കാനുള്ള ഒരു താല്പര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഏറ്റവും കുറഞ്ഞത് ഹുബാബ് റളിയല്ലാഹുവിന്റെ അഭിപ്രായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മുഹാജിരീങ്ങളുടെ ഭാഗത്തിൽ നിന്ന് ഒരു ഖലീഫ വന്നാൽ അത് ഞങ്ങൾ സ്വീകരിക്കും എന്ന് തന്നെയാണല്ലോ അവർ പറഞ്ഞു. മിന്ന അമീറുൻ മിൻകും അമീറുൻ, നിങ്ങളിൽ നിന്നൊരു അമീർ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളിൽ നിന്നൊരു അമീർ വന്നാൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന ധ്വനി തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ പ്രതികരണത്തിന് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം പറഞ്ഞു, ഹൈഹാത്ത് ഹുബാബ്, നീ പറഞ്ഞത് വല്ലാത്ത ഒരു അകലമുള്ള കാര്യമാണ്. ലാ യജ്തമിഉ ഇസ്നാനി. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് അതിന് മറുപടി പറയുകയുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി, ഇന്നഹു ലാ യസ്ലഹു സൈഫാനി ഫീ ഗമദിൻ വാഹിദിൻ. ഉമർ റളിയല്ലാഹുവിന്റെ ആദ്യത്തെ പ്രതികരണം അതായിരുന്നു എന്നാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഒരു ഉറയിൽ രണ്ട് വാളിടുന്നത് ശരിയല്ല. ഒറ്റ മറുപടി, ആ മറുപടിയിൽ എല്ലാ മറുപടിയും ഒതുങ്ങിയിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ മറുപടി വന്നതോടുകൂടെ അൻസാരികളുടെ ഭാഗത്തിൽ നിന്ന് ഒരു പ്രസംഗകൻ എഴുന്നേറ്റ് നിന്നു. ഒരു പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ അൻസാരികൾക്ക് വേണ്ടി സാധാരണ പ്രസംഗിക്കാറുള്ള സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു തന്നെ ആയിരിക്കാം. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്താ പറയാൻ പോകുന്നത് അറിയോ? അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില എക്സ്പെഡിഷൻസിന്, ചില ദൗത്യങ്ങൾക്ക് വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരെ നിയോഗിക്കുമ്പോഴൊക്കെ ഒരു അമീർ, ആ അമീറിന്റെ ഒപ്പം ഒരു രണ്ടാമത്തെ അസിസ്റ്റന്റായ അമീർ ഇങ്ങനെ നിയോഗിക്കാറുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് രണ്ട് അമീർ ഉണ്ടാകുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നായിരുന്നു ഈ അൻസാരിയായ ഖതീബ് പ്രസംഗകൻ വീണ്ടും പറയുകയുണ്ടായത്. പക്ഷേ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വീണ്ടും എഴുന്നേറ്റു. ഹൈഹാത്ത്, നീ പറയുന്നത് എത്രമാത്രം വിദൂരമാണ്. ഒരു ദൗത്യത്തിന് വേണ്ടി പോകുന്ന ഒരു സംഘം എന്ന് പറയുന്നത് അവർക്കൊരു നിശ്ചിതമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിച്ച് അവർ തിരിച്ചു വരികയാണ്. അവരൊരു നാട് ഭരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാനോ വേണ്ടിയല്ല. നബിയുടെ തീരുമാനം നടപ്പിലാക്കാൻ പോവുകയാണ് അവർക്ക് സ്വന്തമായ തീരുമാനം എടുക്കാൻ വേണ്ടിയല്ല, നബിയുടെ തീരുമാനം നടപ്പിലാക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലാ യജ്തമിഉ ഇസ്നാനി ഫീ ഖർൻ, രണ്ട് സ്വരങ്ങൾ ഒരു കൊമ്പിലൂടെ പുറത്തു വരില്ല എന്ന് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. മാത്രമല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ ബുദ്ധിപരമായ ഒരു നിർദ്ദേശം വെച്ചു. ആ വിഷയത്തിൽ ഒച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാത്ത വിധത്തിൽ പന്തലിൽ കൂടിയ ബഹുഭൂരിഭാഗം അൻസാരികളും ഏകദേശം കൺവിൻസ്ഡ് ആണ് താനും എന്നതിന് ശേഷം പിന്നെയും ഹുബാബുൽ മുൻദിർ അതുപോലെ തന്നെ അൻസാരിയായ ഖതീബ് ഇവരൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ടപ്പോൾ അത് സഹിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നു. എന്നതിനു ശേഷം അദ്ദേഹം കുറച്ചൊരു ഭീഷണിയുടെ സ്വരത്തിൽ ഒരൽപ്പം ശബ്ദം ഉയർത്തിക്കൊണ്ട് തന്നെ പറയുകയുണ്ടായി, മന്ദാ യുനാസിഉനാ സുൽത്താന മുഹമ്മദിൻ വ ഇമാറത്തിഹി, മുഹമ്മദ് നബിയുടെ അധികാരത്തിൽ ഞങ്ങളോട് എതിർക്കാൻ ആരാണ് തയ്യാറാകുന്നത്? ഞങ്ങൾ വനഹനു ഔലിയാഉഹു, ഞങ്ങൾ അദ്ദേഹത്തിന്റെ സംരക്ഷകരാണ്, അശീറത്തുഹു, അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധുമിത്രാദികളാണ് ഞങ്ങൾ. ഇല്ലാ മുദില്ലും ബിബാത്തിലിൻ ഔ മുതജാനിഫുൻ ലിഇസ്മിൻ ഔ മുതവരിത്തുൻ ഫീ ഹലക്കത്തിൻ, സ്വന്തം നാശത്തിലേക്ക് പോകുന്നവരല്ലാതെ മറ്റാരും അതിന് തയ്യാറാവില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഏതായിരുന്നാലും അൻസാരികളുടെ ഇത്തരം വർത്തമാനങ്ങളൊക്കെ പിടിച്ചു നിർത്തുവാൻ അല്ലെങ്കിൽ അത്തരം വർത്തമാനങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാകുന്നതിന്
ഉണ്ടാകുന്നതിനെ തടയിടുവാൻ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ വാക്കുകൾക്ക്, ഈ ഇടപെടലുകൾ കഴിഞ്ഞു എന്നാണ്. മാത്രമല്ല അദ്ദേഹം വീണ്ടും വളരെ ഗൗരവത്തോടുകൂടെ തന്നെ പറഞ്ഞു, ഇത് വളരെ മാന്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവതരിപ്പിച്ചത്. നമുക്കെല്ലാവരുടെയും നന്മയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അർത്ഥവുമില്ല, അത് വലിയ ഗുരുതരമാണ് എന്ന് തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയും ചെയ്തു. മാത്രമല്ല അൻസാരികളായ ചില ആൾക്കാർക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടൽ അത്ര തന്നെ രസിച്ചില്ല എന്നാണ്. കാരണം അറബികളെ സംബന്ധിച്ചിടത്തോളം അറബികൾക്കൊരു ഒരു 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 നേച്ചർ ഉണ്ട്. എന്താ വെച്ചാൽ ഭീഷണി അതിനെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. സന്തോഷത്തോടെ പറഞ്ഞ് സോപ്പിട്ടൊക്കെ അവരെ വഴിക്കൊക്കെ നിർത്താൻ കഴിയും, പക്ഷെ ഭീഷണിപ്പെടുത്തി അവരെ നിർത്താൻ കഴിയില്ല. ഭീഷണിപ്പെടുത്തിയാൽ അവർ കൂടുതൽ വയലന്റ് ആയിത്തീരും. അതുകൊണ്ട് തന്നെ പിന്നെ അൻസാരികളായ സഹാബിവര്യന്മാരിൽ ചിലർ വീണ്ടും, അതായത് ഉദാഹരണമായിട്ട് ഹുബാബുൽ മുൻദിർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും എഴുന്നേറ്റ് മിന്ന അമീറുൻ മിൻകും അമീറുൻ എന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി എന്നാണ്. ഏതായിരുന്നാലും അവിടെ ചെറിയ ശബ്ദ കോലാഹലങ്ങളൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം വരെ അവിടെ ഉണ്ടായി എന്നാണ്. പക്ഷേ എങ്കിലും അതോടൊപ്പം തന്നെ ആരും ഒന്നും പ്രധാനപ്പെട്ട അൻസാരികളായ നേതാക്കന്മാർ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെയും. ഉദാഹരണം സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു തന്നെ ഉണ്ട് അവിടെ. അദ്ദേഹം ഇതുവരെയും ഒന്നും പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല അൻസാരികളായ പ്രധാനപ്പെട്ട ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല തുടങ്ങിയ വലിയ വലിയ സഹാബിമാരെല്ലാം അവിടെ ഉണ്ട്. അവര് ഇപ്പോ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തി എന്നതൊഴിച്ചാൽ മറ്റു പ്രധാനികളായ ആരും തന്നെ എതിർക്കുകയോ ന്യായീകരിക്കുകയോ വാദിക്കാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം എന്താണെന്നറിയോ? ഒന്ന്, അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ ന്യായങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹം ആ ന്യായങ്ങളുടെ കൂട്ടത്തിൽ ഒരിക്കലും അൻസാരികൾ പോരാത്തവരാണ് എന്ന് പറഞ്ഞിട്ടില്ല. അൻസാരികൾ ശ്രേഷ്ഠന്മാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അൻസാരികൾ അധികാരം കൈയാളാൻ പോരാത്തവരാണ്, അല്ലെങ്കിൽ അവർ ശ്രേഷ്ഠതയില്ലാത്ത, ഈ അഭിപ്രായങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറിച്ച് അവരതിനൊക്കെ യോജിക്കുന്നവർ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ച ന്യായം എന്ന് പറയുന്നത് ഫിഖ്ഹുൽ വാഖിഅആണ്. ഫിഖ്ഹുൽ വാഖിഅ, വസ്തുത എന്ന് പറയുന്നത് നമുക്കിവിടെ ഭരണാധികാരി വേണ്ടത് മദീനക്കാരെ ഭരിക്കാൻ മാത്രമല്ല, മക്കക്കാരെ ഭരിക്കാൻ മാത്രമല്ല, അറേബ്യയെ മുഴുവൻ ഭരിക്കാനാണ് വേണ്ടത്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയുടെ മുമ്പത്തെ ആഴ്ച ഈ ഇസ്ലാമിക രാജ്യം എത്തി നിൽക്കുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ചൊക്കെ നമ്മൾ വിശദമായി പറയുകയുണ്ടായി. ഈ പ്രതിസന്ധികളിലൊക്കെ അറബികളെ മുഴുവൻ ഭരിക്കാനും ഏകോപിപ്പിക്കാനും കഴിയുന്ന ആളെയാണ് നമുക്ക് ഭരണാധികാരിയായി വേണ്ടത്. അതിന് ഖുറൈശികളാണ് പറ്റിയവർ, അവർക്കാണത് ശീലം, അവർക്കാണ് അതിന് കഴിവുള്ളവർ, അവർക്കാണ് അതിന്റെ പേരുള്ള അംഗീകാരം തലമുറകളായി ഉള്ളത് എന്നൊരു ന്യായം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് രസമുള്ളതാണെങ്കിലും രസമില്ലാത്താണെങ്കിലും മധുരമുള്ളതാണെങ്കിലും മധുരമില്ലാത്താണെങ്കിലും അവർക്ക് അംഗീകരിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ അൻസാരികളിൽ പ്രമുഖരായ ആരും, ഹുബാബുൽ മുൻദിർ റളിയല്ലാഹു അൻഹും അൻസാരികളുടെ പ്രസംഗകനും അല്ലാതെ വേറെ ആരും എതിർത്തില്ല, ആർക്കും എതിർക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ്. ഈ സന്ദർഭത്തിൽ എല്ലാവരും ഇങ്ങനെ പിടിച്ചു നിർത്തിയ പോലെ വിഷയം ഓരോരുത്തർ ഇങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മുഹാജിറുകളിൽപ്പെട്ട ആളാണ്. അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമാ എന്നിവരോടൊപ്പം അദ്ദേഹം കൂടി എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ സഖീഫയിൽ, ബനു സായിദ കുടുംബക്കാരുടെ ഈ സംഗമ ഭൂമിയിൽ, വേദിയിൽ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വളരെ മാന്യനാണ്, അദ്ദേഹം വളരെ അംഗീകാരമുള്ള ആളാണ്. അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും വിശ്വസ്തനായ ആൾ എന്ന നാമം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ തന്നെ കൽപ്പിച്ചു കിട്ടിയ ആളാണ്. അദ്ദേഹം പറഞ്ഞു, യാ മഅ്ശറൽ അൻസാർ, അദ്ദേഹം വളരെ 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 സൗമനസ്യതയോട് പറഞ്ഞു, യാ മഅ്ശറൽ അൻസാർ, ഈ അൻസാരികളെ, ഇന്നക്കും അവ്വലു മൻ നസറ വആസർ, നിങ്ങൾ ഏറ്റവും ആദ്യമായി ഇസ്ലാമിനെയും പ്രവാചകനെയും സഹായിച്ചവരാണ്, നിങ്ങൾ ഏറ്റവും ആദ്യമായി ഇസ്ലാമിനെയും പ്രവാചകനെയും അഭയം കൊടുത്തവരാണ്. ഫലാ തകൂനു അവ്വല മൻ ബദ്ദല വഗയ്യർ, ആദ്യമായിട്ട് തന്നെ തർക്കിക്കുകയും കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തുകയും ചെയ്യുന്നവരായി നിങ്ങൾ മാറാൻ പാടില്ല. നിങ്ങൾ ഏറ്റവും നന്മ ചെയ്ത ആൾക്കാരാണ്, നിങ്ങൾ ഏറ്റവും തിന്മ ചെയ്യുന്ന ആൾക്കാരായി മാറാൻ ഒരിക്കലും പാടില്ല എന്ന് പറയുകയുണ്ടായി. ഈ വാചകങ്ങൾ അൻസാരികൾ ഓരോരുത്തരുടെയും മനസ്സുകളിലേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്.
മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഓതി والذين آمنوا وهاجروا وجاهدوا في سبيل الله والذين آووا ونصروا أولئك هم المفلحون أولئك هم المؤمنون حقا لهم مغفرة ورزق كريم. സൂറത്തുൽ അംഫാൽ 74-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അൻസാരികളെ പ്രകീർത്തിക്കുന്നതായി മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അൻസാരികളെ നിങ്ങളാണ് ആദ്യമായി സഹായിച്ചവർ, ആയതുകൊണ്ട് ആദ്യമായി നിരാകരിക്കുന്നവർ നിങ്ങളാകാൻ പാടില്ല. നിങ്ങളാണ് ആദ്യമായി അഭയം നൽകിയവർ, ആദ്യമായി എതിർക്കുന്നവർ നിങ്ങളാകാൻ പാടില്ല. നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ ഇടപെടൽ അൻസാരികളുടെ മനസ്സുകളെ മുഴുവൻ വിളിച്ചുണർത്തി എന്ന് മാത്രമല്ല, അൻസാരികൾ കരയാൻ തുടങ്ങി. പിന്നെ ഒട്ടും താമസിച്ചില്ല. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയായ നേതാവ് വയോധികനുമായ മഹാനായ ബഷീർ ബിൻ സഅദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഖസ്റജി വംശജനാണ് അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹം രണ്ടാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത മഹാന്മാരായ സഹാബിവരന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം പറഞ്ഞു, യാ മാശറൽ അൻസാർ, അദ്ദേഹത്തിന് ആൾക്കാരോട് തന്നെ പറഞ്ഞു, യാ മാശറൽ അൻസാർ വല്ലാഹി ലഇൻ കുന്നാ ഔലാ ഫളീലത്തിൻ ഫീ ജിഹാദിൽ മുശ്രിക്കീൻ വസാബിഖത്തുൻ ഫീ ഹാദ ദീൻ. ഈ ദീനിൽ നമ്മളെല്ലാവരും ആദ്യത്തെ ആൾക്കാരാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ മുൻകടന്ന ആൾക്കാരാണ്. നമ്മൾ മാ അറദ്നാ ബിഹി ഇല്ലാ റിളാ റബ്ബിന, നമ്മളെ റബ്ബിന്റെ തൃപ്തിയില്ലാതെ നമ്മൾ ഈ കാര്യങ്ങൾ കൊണ്ട്, നമ്മൾ ചെയ്ത സേവനങ്ങൾ കൊണ്ട്, നമ്മൾ വഹിച്ച ദൗത്യങ്ങൾ കൊണ്ടൊന്നും, നമ്മൾ ചെയ്ത ത്യാഗങ്ങൾ കൊണ്ടൊന്നും അള്ളാഹുവിന്റെ പ്രീതിയല്ലാതെ മറ്റൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. നമ്മുടെ പ്രവാചകനോടുള്ള വഴിപ്പെടലും വതഅത്ത് നബിയിന വൽഖദ്ഹു ലി അൻഫുസിന, നമുക്ക് വേണ്ടിയുള്ള ത്യാഗവും, ഇതല്ലാതെ മറ്റൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ആയതുകൊണ്ട് തന്നെ അലാ ഇന്ന മുഹമ്മദൻ മിൻ ഖുറൈശ്, തീർച്ചയായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശിയാണ്. വഖൗമുഹു അഹഖു ബിഹി വഔല, അദ്ദേഹത്തിന്റെ ഖൗമായ ഖുറൈശികൾ അവർ തന്നെയാണ് ഈ കാര്യം കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ട ആൾക്കാർ. വലാ യറാനില്ലാഹു ഉനാസിഉഹും ഫി ആദൽ അംരി അബദ, ഒരിക്കലും അവരോട് ഈ വിഷയത്തിൽ തർക്കിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഫത്തഖുല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തുഖാലിഫൂഹും വലാ തുനാസിഉഹും, അവരോട് നിങ്ങൾ എതിരാവരുത് എന്ന് പറഞ്ഞു. നോക്കൂ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവരുടെ ഇടയിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ ചർച്ചകൾ, അല്ലെങ്കിൽ നമുക്കിടയിലുള്ള സംഘടനാതല ചർച്ചകൾ, അധികാരത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന സംഭവങ്ങൾ, വർത്തമാനങ്ങൾ, വാഗ്വാദങ്ങൾ, സംവാദങ്ങൾ, ഈ തുടങ്ങിയ രൂപഭാവങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട്, ആ അളവുകോലുകൾ വെച്ചുകൊണ്ട് ഈ സംഭവങ്ങളെ കാണാൻ പാടില്ല. സഹാബിവര്യന്മാർ അങ്ങനെയാണ്. സഹാബിവര്യന്മാർ വളരെ വളരെ നിസ്വാർത്ഥരായ ആൾക്കാരാണ്. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ആത്മീയതക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും, മഹാനായ അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു അൻസാരികളെ നിങ്ങൾ ആദ്യം സഹായിച്ചവരാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും ആ സ്റ്റാൻഡിൽ തന്നെ നിൽക്കണം എന്ന് ഖുർആനിന്റെ അകമ്പടിയോടുകൂടെ അപേക്ഷിച്ചപ്പോൾ അത് സ്വീകരിക്കാൻ അവരുടെ നേതാവായ ബഷീർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം ഖസ്റജി വംശജനാണ്. നമ്മൾ പറഞ്ഞു ഖസ്റജ് കുടുംബാംഗമാണ്. ഖസ്റജുകളുടെ ഏറ്റവും വലിയ നേതാവ് ചാടി എഴുന്നേറ്റുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയതോടുകൂടെ ഔസ് ഗോത്രക്കാർ, അൻസാരികൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കുടുംബങ്ങളാണല്ലോ, ഔസ് ഗോത്രക്കാരുടെ നേതാവായ ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റുന്നു. അദ്ദേഹം പറഞ്ഞു ബഷീർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും തന്നെ അൻസാരികൾ ഈ കാര്യത്തിൽ വാശി പിടിക്കാൻ പാടില്ല. നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. മുഹാജിരിങ്ങളെ നമ്മൾ ബൈഅത്ത് ചെയ്യണം, മുഹാജിരിങ്ങളെ നമ്മൾ അംഗീകരിക്കണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു അൻഹുവിന് മറ്റൊരു ആശങ്ക കൂടെയുണ്ട്. കാരണം എന്താ, ഇപ്പൊ മദീനയിൽ നിന്ന് ഒരാള് ആയാൽ തുടക്കത്തിൽ ഒരു പക്ഷേ പേര് നിർദ്ദേശിക്കും, അഭിപ്രായ വ്യത്യാസമൊന്നും വന്നില്ല എന്ന് വരാം. പക്ഷെ കുറച്ചാണ് കഴിയുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികം വരും. കാരണം അത്രമാത്രം ദീർഘകാലം പോരടിച്ചവരാണ് ഔസും ഖസ്റജും. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ തെറ്റേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് പഴയ ആ ഒരു കുടുംബ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? അതുകൊണ്ട് തന്നെ മദീനയിലുള്ള ഒരാളല്ല, മദീനയുടെ പുറത്തുള്ള ഒരാളിനെയാണ് ഖലീഫ നല്ലത് എന്ന അഭിപ്രായമാണ് ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു തആല അൻഹുവിനുണ്ടായത്. എന്തായിരുന്നാലും മഹാന്മാരായ ഈ രണ്ട് സഹാബിവരന്മാരുടെയും ബഷീർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉസൈദ് ബിൻ ഹുളൈർ റളിയല്ലാഹു അൻഹുവിന്റെയും ആ തീരുമാനം വന്നതോടുകൂടെ, ആ പ്രഖ്യാപനം വന്നതോടുകൂടെ കാര്യങ്ങളൊക്കെ ശാന്തമായി എന്നാണ്. ശാന്തമായി. പക്ഷേ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു മാത്രം ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം മൗനം പാലിച്ചിരിക്കുകയാണ്. അതൊരു സുഖമില്ലാത്ത പരിപാടിയാണല്ലോ. എല്ലാവരും ഏകദേശം
എല്ലാവരും ഏകദേശം അംഗീകരിച്ചു. മുഹാജിരീങ്ങളിൽ ഒരാളെ ഖലീഫയാക്കുന്നതിനോട് എല്ലാവരും പ്രതികരിച്ചു കഴിഞ്ഞു. എല്ലാവരും അതിൽ സംതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തി കഴിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ ഇനി അതിന്റെ പിന്നാലെ വരും. പക്ഷേ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല. അദ്ദേഹം അവിടുത്തെ വലിയ നേതാവാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഖലീഫ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അൻസാരികളുടെ ഭാഗത്തിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ മൗനം പാലിച്ചിരിക്കുന്നത് ഒരു സുഖകരമായ സംഭവമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൗനം ഭഞ്ജിക്കുവാൻ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ എഴുന്നേൽക്കുന്ന ചിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അദ്ദേഹം നേരെ എഴുന്നേറ്റുകൊണ്ട് മഹാനായ സഅദ് റളിയല്ലാഹു തആലയുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിന് അതുവരെ ഓർമ്മ ഉണ്ടായിരുന്നില്ല ഈ കാര്യം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഉണ്ടല്ലോ, ആ കാര്യം ഇതുവരെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? ഒന്നുകിൽ അത് കുറെ മുമ്പ് പറഞ്ഞതാണ്, അതുകൊണ്ട് മറന്നുപോയതായിരിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം അത് മനപ്പാടാക്കിയിട്ടില്ല, ഓർക്കണമെന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹം നബിയുടെ വഫാത്തിന്റെ കാരണത്താൽ വല്ലാത്തൊരു വിഷമത്തിലാണ്, ഇത്തരം കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല. അല്ലെങ്കിൽ അദ്ദേഹം സുഖമില്ലാതിരിക്കുകയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളാവാം. ഏതായിരുന്നാലും സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിനെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് വളരെ ബഹുമാനത്തോടെ, യാ സഅദേ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ വഅൻത ഖായിദുൻ. നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സന്ദർഭത്തിൽ, നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നബി നിങ്ങളോട് വന്ന് പറയുകയുണ്ടായി, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയുകയുണ്ടായി, ഖുറൈഷ് വുലാതു ഹാദൽ അംരി, അധികാരത്തിന്റെ ഉടമസ്ഥന്മാർ ഖുറൈശികളാണ്. ഫബിറുന്നാസി യത്ബഉ ലിബർരിഹിം വവാജിറുന്നാസി തബഉ ലിഫാജിരിഹിം. നന്മയുള്ളവർ നന്മയുള്ളവരെ പിന്തുടക്കുന്നു, തിന്മയുള്ളവർ തെമ്മാടികളെ പിന്തുടക്കുന്നു എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. സഅദ്, സത്യമായിട്ടും നബി അങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നത്, പറയുന്നത്. അത്ഭുതമെന്ന് പറയട്ടെ, മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു കളങ്കനായ സത്യസന്ധനായ, അദ്ദേഹത്തിന് ഇപ്പൊ ഖലീഫയാവാനുള്ള ഉള്ളിൽ താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ഇല്ല, അത് നിങ്ങളിപ്പോ ഉണ്ടാക്കിയതാണ്, നിങ്ങളിപ്പോ പറയുന്നതാണ് എന്ന് പറയാമായിരുന്നു. ഇനി ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല എന്തെങ്കിലും പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? സദഖത അബൂബക്കർ, നിങ്ങൾ പറഞ്ഞ സത്യമാണ്, ഞാൻ ഓർക്കുന്നുണ്ട്. നബി ഒരിക്കലും അങ്ങനെ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നുണ്ട്, സത്യമായി ഞാൻ ഓർക്കുന്നുണ്ട്. അൻതുമുൽ ഉമറാ, നിങ്ങൾ ഖുറൈശികൾ, നിങ്ങളാണ് അമീറുമാർ, ഭരണാധികാരികൾ. വനഹനുൽ വുസറ, ഞങ്ങളാണെങ്കിലോ വസീറുമാരുമാണ്, മന്ത്രിമാരുമാണ് എന്ന് പറയുകയുണ്ടായി. ഇതോടുകൂടെ ബനു സായിദ കുടുംബത്തിന്റെ പന്തലിൽ ഒരുമിച്ച് കൂടിയ അൻസാരികളും 3 മുഹാജിരിങ്ങളായ സഹാബിവന്മാരുടെയും ഇടയിൽ പ്രശ്നങ്ങളൊക്കെ തീർന്നു. കാരണം എന്താണ്? ഈ ഹദീസിലൂടെ കാര്യം വളരെ വ്യക്തമായല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനമാണ്. അള്ളാഹിന്റെ റസൂലിന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ തീരുമാനമാണ്. അള്ളി റസൂൽ ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ മുഅ്മിനീങ്ങൾക്ക് സ്വന്തം, അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ ആൾക്കാരൊക്കെ പലപ്പോഴും അങ്ങനെ നമ്മുടെ താല്പര്യത്തിന് വേണ്ടി ഓരോ അഭിപ്രായം കമന്റും ഒക്കെ നമ്മളാണ് പറയും. അള്ളാഹിന്റെ താല്പര്യം എന്താണ്, ദീനിന്റെ താല്പര്യം എന്താണ്, റസൂലുള്ളാഹിന്റെ താല്പര്യം എന്താണ്, അതൊന്നും ആരും നോക്കൂല. റസൂലുള്ളാഹി പറഞ്ഞ അവരെ കാട്ടിക്കൂട്ടും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിലെ 36-ാം ആയത്തിൽ ഇങ്ങനെ പറയുകയാണ്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ഈ ആയത്തന്നെ മതി ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈശികളാണ് ഭരണാധികാരികളാവേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അള്ളാഹുവിന്റെ താല്പര്യമാണ്, റസൂലിന്റെ താല്പര്യമാണ്. അള്ളാഹു റസൂലും ഒരു കാര്യത്തിൽ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഅ്മിനീങ്ങൾക്ക് സ്വന്തം ഇഷ്ടം അനുസരിച്ചു കൊണ്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാകാൻ പാടില്ല. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. സൂറത്തുൻ നിസായിൽ അല്ലാഹു മറ്റൊരു സൂറത്തിൽ അക്കാര്യം തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും, അതാണ് സഹാബിമാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിലും ആയത്തങ്ങൾ കേട്ടാൽ, ഹദീസങ്ങൾ കേട്ടാൽ, അള്ളാഹ് എന്ത് പറഞ്ഞു, റസൂൽ എന്ത് പറഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിലുള്ളതൊക്കെ എടുത്ത് വലിച്ചെറിയും. അതിനൊന്നും ഒരു പ്രാധാന്യം അവർ കൽപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെ തയ്യാറാവുകയും ചെയ്യുകയുണ്ടായി എന്നാണ്. ഇത് നമ്മൾ ഇപ്പൊ ഈ സന്ദർഭം നമ്മൾ ഈ ക്ലാസ്സിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ചരിത്രം അവലോകനം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം ഹദീസുകളിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഖുറൈശികളാണ് അധികാര സ്ഥാനങ്ങളിൽ നിൽക്കേണ്ടവർ എന്ന്. ഖുറൈശിയാവുക എന്നത് അധികാരിയാവുന്നതിനുള്ള ഷർത്താണ് എന്ന് വരെ ചരിത്ര മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. 1-2 കാര്യങ്ങൾ ആ വിഷയത്തെപ്പറ്റി ഉണർത്താം. കാരണം നമ്മുടെ ശ്രോതാക്കളായ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ
അധികാരം കിട്ടാൻ വേണ്ടി അബൂബക്കർ റളിയല്ലാഹുനും ഉമർ റളിയല്ലാഹുനും അബൂബൈദ റളിയല്ലാഹുനും ഓരോ നമ്പർ ഇറക്കുകയാണ് എന്നൊന്നും ആർക്കും ഒരിക്കലും തെറ്റിദ്ധാരണ പാടില്ലല്ലോ. ഉദാഹരണമായിട്ട് ബുഖാരി മുസ്ലിമും റളിയല്ലാഹു അൻഹുമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്, അത് മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നാസു തബഉൻ ലിഖുറൈശ് ഫി ഹാദാ ശഹർ, ഈ അധികാരത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾ ഖുറൈശികളെയാണ് തുടരുക. അധികാരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അതിൽ ഒരുതരം ഗർവവും ഒരുതരം കാർക്കശ്യതയും മറ്റു കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ ഒരുതരം ആഢ്യത്വമാണ്. അതിനൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു എന്നല്ല പറയുന്നത്, മറിച്ച് നല്ല ആഢ്യത്വങ്ങൾ ആവശ്യമാണ്. ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിന് വേണ്ടി ധീരയുക്തം നിലപാടെടുക്കേണ്ടവരും നേരിടേണ്ട ആളുമല്ലേ. അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ ഒരു മഹിമ വേണം എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ, ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ പറയുന്നത്, മുസ്ലിമുഹും തബഉ ലിമുസ്ലിമിഹിം വകാഫിറുഹും തബഉ ലികാഫിരിഹിം, അവരിലെ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങളെ പിന്തുടരുന്നു, അവരിലെ കാഫിരീങ്ങൾ കാഫിരീങ്ങളെയും പിന്തുടരുന്നു എന്ന് പറയുകയുണ്ടായി. വീണ്ടും ഹദീസ് മുആവിയ ബിൻ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്, ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ് ഈ ഹദീസ്. ഹാദൽ അംറു ഫീ ഖുറൈശിൻ ലാ യുആദിഹിം ഇല്ലാ അഹദുൻ ലാ അഖബഹുല്ലാഹു ഫിന്നാരി അലാ വജ്ഹിഹി മാ അഖാമുദ്ദീൻ. ഖുറൈശികൾ മതപരമായി ഇസ്ലാമികമായി നിലനിൽക്കുന്ന കാലത്തോളം അവർക്കാണ് ഇതിന്റെ അധികാരം. അവരെ എതിർക്കുന്നവർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസുകളുടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ളാഹിറുൻ അല അന്നൽ ഖിലാഫത മുഖ്തസത്തുൻ ബിഖുറൈശ്, ഖുറൈശികൾക്ക് മാത്രം പ്രത്യേകമാണ് ഖിലാഫത്ത് എന്ന് പറയുന്നത്. ലാ യജൂസു അഖ്ദുഹാ ലി അഹദിൻ മിൻ ഗൈരിഹിം, മറ്റൊരാൾക്ക് ബൈഅത്ത് ചെയ്തു കൊടുക്കാൻ പാടില്ല, ബൈഅത്ത് ചെയ്യാൻ പാടില്ല, അനുസരണ പ്രതിജ്ഞ ചെയ്യാൻ പാടില്ല എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അത് ഇതേപോലെ മറ്റു പണ്ഡിതന്മാരും ഇമാം നവവി തങ്ങളുടെ മാത്രം അഭിപ്രായമല്ല. ഉദാഹരണമായിട്ട് മഹാനായ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, കിതാബുൽ അഹ്കാം സുൽത്താനിയ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഇഷ്തിറാത്തു കൗനിഹി ഖുറൈശിയൻ, ഭരണാധികാരിയുടെ ഷർത്തുകൾപ്പെട്ടത് ഖുറൈശി ആയിരിക്കുക എന്നതാണ്. ഉലമാക്കളിൽ ബഹുഭൂരിഭാഗത്തിന്റെയും മദ്ഹബ് അതാണ്. അതുപോലെ തന്നെ മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ ഉദ്ധരിക്കുന്ന കാര്യം, അന്നൽ ഖുറൈശിയ്യത ഷർത്തുൻ ഫി ഖലീഫത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഖലീഫയുടെ കാര്യത്തിൽ ഖുറൈശി ആയിരിക്കുക എന്നുള്ള ഷർത്താണ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഇമാമത്തുൽ കുബ്ര, ചെറിയ നേതൃത്വം മറ്റു കാര്യങ്ങളല്ല, വലിയ പ്രഥമമായ വളരെ പരമമായ നേതൃത്വം എന്ന് പറയുന്നത് ഖുറൈശികൾക്കല്ലാതെ നബി കുടുംബത്തിനല്ലാതെ പാടില്ലാത്തതാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു കാര്യം നമ്മൾ ചേർത്ത് വായിക്കണം, മാ അഖാമുദ്ദീൻ, അവർ ദീൻ നിലനിൽക്കുന്ന കാലത്തോളം, മാ അതാഉല്ലാഹ വസ്തഖാമു അലാ അംരിഹി, അതൊക്കെ നബിയുടെ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ ദീനിൽ അവർ നിലനിൽക്കുന്ന കാലത്തോളം മാത്രം, അല്ലാതെ അവരാരായാലും ആളില്ല. ഖുറൈശി ആണെങ്കിൽ പിന്നെ അവരുടെ കയ്യിൽ അധികാരം കൊടുക്കാന്നതിന് അർത്ഥമില്ല. പിൽക്കാലത്ത് പക്ഷേ ഇവരെല്ലാം വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പോവുകയുണ്ടായി, ഖുറൈശികളൊക്കെ പല ഭാഗങ്ങളിലേക്കുമായി വേർപിരിഞ്ഞ് പോവുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അവർക്കൊരു കേന്ദ്രീകൃത സ്വഭാവമില്ല. ആ സ്വഭാവം ഇല്ലാത്തൊരു സാഹചര്യം വന്നപ്പോൾ പിന്നെ ഭരണാധികാരിയാകുക എന്നുള്ളത് അത് എന്തായാലും നടക്കുന്നതല്ല. കാരണം ഒരു സ്ഥലത്ത് നമ്മൾ ഭൂരിപക്ഷമാവുകയും അവിടെ ഖുറൈശികൾ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് സത്യത്തിൽ അത് ചെയ്യേണ്ടത്. ഏതായിരുന്നാലും അങ്ങനെയുള്ള ആ ഒരു പ്രമാണം കൂടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഹാജിരീങ്ങളിൽ ഒരാളെയാണ് നിങ്ങൾ ഖലീഫയാക്കേണ്ടത് എന്ന് പറഞ്ഞത് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയല്ല, അതോടൊപ്പം തന്നെ സ്വന്തം കുടുംബത്തിന് വേണ്ടി വാദിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അത് ശരീഅത്താണ്, ശരീഅത്ത് നിയമമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ സാഹചര്യത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് നീങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഉബ്സുതി യദക നുബായിഉ ലക, അബൂബക്കർ കൈ നീട്ടൂ, ഞങ്ങൾ നിങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ പോവുകയാണ്, നിങ്ങളെ ഖലീഫയായി നിർദ്ദേശിക്കാൻ പോവുകയാണ്. അപ്പോ ക്ഷമിക്കണം, സിദ്ദീഖ് റളിയല്ലാഹുവിന് തന്നെ ഉമർ റളിയല്ലാഹുവിന്റെ നേരെ ചെന്നുകൊണ്ട്, ഉമർ കൈ നീട്ടൂ, ഞാൻ നിങ്ങളെ ബൈഅത്ത് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുകയുണ്ടായി. അപ്പൊ ഉമർ റളിയല്ലാഹു പറഞ്ഞു, അൻത അഫ്ളലു മിന്നി, ഭരണാധികാരത്തിന്റെ കാര്യത്തിൽ അബൂബക്കർ താങ്കളാണ് എന്നെക്കാൾ ശ്രേഷ്ഠവാൻ. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, അൻത അഖ്വാ മിന്നി, ഉമർ നിങ്ങളാണ് എന്നെക്കാൾ
കരുത്തനായ ആളാണ് ഭരണാധികാരിയാവേണ്ടത്, ശ്രേഷ്ഠനായ ആളല്ല വേണ്ടത്, കരുത്തുള്ള ആളാണ് വേണ്ടത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ രണ്ടാളുടെ ഇടയിൽ അങ്ങനത്തെ തർക്കമുണ്ടായി. ഒരാളോട് പറയുന്നു നിങ്ങൾക്കാണ് ശ്രേഷ്ഠത കൂടുതൽ, പറഞ്ഞു ശ്രേഷ്ഠ കൊണ്ട് കാര്യമില്ല, കരുത്ത് കൂടുതൽ നിങ്ങൾക്കാണ് എന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതിന് മദ്യം പറഞ്ഞു, ഫഇന്ന ഖുവ്വതി ലക മാ ഫദ്ലിക, നിങ്ങളുടെ ശ്രേഷ്ഠതയോടൊപ്പം എന്റെ ഖുവ്വത്ത് നിങ്ങൾക്ക് ഞാൻ തരാം, എന്റെ ശക്തിയോടുകൂടെ നിങ്ങളോടൊപ്പം ഞാൻ വലങ്കൈയായി നിൽക്കും എന്ന് പറയുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അങ്ങനെ അവർ രണ്ടാളും തമ്മിൽ നീ എന്നുള്ള അഭിപ്രായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു വീണ്ടും ഇടപെടുകയുണ്ടായി. മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റുകൊണ്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ലാ യംബഗി ലി അഹദിൻ ബഅദ റസൂലില്ലാഹി യകൂന ഫൗഖക യാ അബൂബക്കർ, അബൂബക്കർ താങ്കളുടെ മേലെ മറ്റൊരാൾ ഈ സമൂഹത്തിൽ റസൂലുള്ളാഹിന്റെ ശേഷം ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അന്ത സാഹിബുൽ ഗാരി മാ റസൂലുള്ളാഹ്, ഗാർ സൗറിൽ നബിയോടൊപ്പം ഉണ്ടായിരുന്ന താങ്കളാണ്. വസാനിയ സ്നൈൻ, ആ കൂട്ടത്തിലെ ഒരാൾ താങ്കളാണ്. വഅമ്മറക റസൂലുള്ളാഹി നിങ്ങളെ അമീറാക്കി നിശ്ചയിച്ചിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോഗം വന്നപ്പോൾ നബി താങ്കളെയാണ് ഇമാമായി നിസ്കരിക്കാൻ താങ്കളെയാണ് ചുമതലപ്പെടുത്തിയത്, അതുകൊണ്ട് താങ്കളാണ് യോഗ്യൻ എന്ന് പറയുകയുണ്ടായി. അത് പറഞ്ഞപ്പോഴേക്കും മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടി വീഴുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പിടിച്ച് ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല അത് ആ രംഗം കണ്ടപ്പോഴേക്ക് അൻസാരികളുടെ ഔസ് ഗോത്രത്തിന്റെ നേതാവായ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു, ഖസറജ് കുടുംബത്തിന്റെ നേതാവായ ബഷീർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം മുന്നോട്ട് വന്നു. ഓരോരുത്തരായി അവിടെ കൂടിയ ഓരോരുത്തരും വരികയും നേരത്തെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയ ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ പ്രസംഗിച്ച സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, എല്ലാവരും വന്നുകൊണ്ട് യാതൊരു പ്രയാസവുമില്ലാതെ അവരെല്ലാം ബൈഅത്ത് ചെയ്യുകയുണ്ടായി എന്നാണ്. മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അപ്പോൾ ബൈഅത്ത് ചെയ്തില്ല എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന് വിഷമമുണ്ടായിട്ടല്ല, പക്ഷെങ്കിലും അദ്ദേഹത്തെ ആ സദസ്സിൽ വെച്ചാണല്ലോ ഖലീഫയായി നിർദ്ദേശിക്കപ്പെട്ടത്. അപ്പൊ അതിൻ്റെതായ ഒരു പ്രയാസമായിരിക്കും. എന്തായിരുന്നാലും അദ്ദേഹം പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽ ഷാമിലേക്ക് ജിഹാദിന് പോവുകയുണ്ടായി. പിന്നീട് അദ്ദേഹം വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ബൈഅത്ത് ചെയ്യുകയുണ്ടായി എന്ന ചരിത്രവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിവരന്മാരായി അവിടെ കൂടിയ ആൾക്കാരെല്ലാവരും പക്ഷെ എല്ലാവരും അവിടെ അല്ല. മുഹാജിറുകളുടെ ഭാഗത്ത് ആകെ 3 ആളാണ് അവിടെ വന്നിട്ടുള്ളത്. അൻസാരികളിൽ എല്ലാവരും അവിടെ എത്തിയിട്ടില്ല, അവിടുത്തെ പ്രധാനികളായ ആൾക്കാർ മാത്രമാണ് വന്നത്. അതുകൊണ്ട് വന്നവരൊക്കെ അവിടെ അപ്പൊ തന്നെ ബൈഅത്ത് ചെയ്തു. രണ്ടാമത്തെ ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോയി. എന്നിട്ട് അവിടെ വെച്ച് ജനങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, ഇങ്ങനെ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് എല്ലാവരും ബൈഅത്ത് ചെയ്യണം എന്ന് പറയുകയുണ്ടായി. അതോടൊപ്പം എല്ലാവരും ബൈഅത്ത് ചെയ്തു. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറമാടുന്നതുമായി ബന്ധപ്പെട്ട് നബിയുടെ കുടുംബാംഗങ്ങൾ അലി ബിൻ അബി ത്വാലിബ്, നബിയുടെ മകൾ ഫാത്തിമ ബീവി, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എളാപ്പ, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു അമ്മായിയുടെ മകൻ, ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാർ ആ സദസ്സിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരെല്ലാം അദ്ദേഹത്തെ ഖലീഫയായി അംഗീകരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു രണ്ടാമത്തെ ദിവസം എല്ലാവരെയും വിളിച്ചു വരുത്തി മിമ്പറിൽ കയറിക്കൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമായി പറയാൻ വേണ്ടി ആരംഭിക്കുകയുണ്ടായി. പക്ഷെ ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. എന്നതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ക്ഷമാപണം നടത്തിയെന്നാണ്. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, ഞാൻ ഇന്നലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നബി മരിച്ചിട്ടില്ല എന്നും നബി അള്ളാഹുവിന്റെ ലിഖാഇന് പോയതാണ് എന്നും മൂസ ബിൻ ഇമ്രാൻ അലൈഹിസ്സലാം വന്നതുപോലെ തിരിച്ചു വരും എന്നൊക്കെ ഞാൻ പറയുകയുണ്ടായി. അതൊക്കെ സത്യത്തിൽ കിതാബിലുള്ളതോ അല്ലെങ്കിൽ അത് പ്രമാണമോ ഒന്നുമല്ല, എനിക്കങ്ങനെ വേദന വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. ഏതായിരുന്നാലും ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും അത്യുത്തമനായ ആളുടെ കയ്യിൽ വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ സാഹിബായ ഉമൂരിക്കും, നിങ്ങളുടെ കാര്യങ്ങളെ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ട ആളായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ അധികാരം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഫഖൂമു ഫബായിഉഹു, നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റുകൊണ്ട് അദ്ദേഹത്തെ ഖലീഫയായി അംഗീകരിക്കണം എന്ന് പറയുകയുണ്ടായി. ആ അംഗീകരിക്കണം എന്ന് പറഞ്ഞതോടുകൂടെ ബാക്കിയുള്ള എല്ലാവരും എഴുന്നേറ്റ് നിന്നു എന്നാണ്. എല്ലാവരും സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു വന്നു.
അബൂബക്കർ റളിയല്ലാഹുവിനോട് ബൈഅത്ത് ചെയ്തു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു വളരെ വളരെ പ്രധാനമായി പറയേണ്ടതാണ്. ഇബ്നു സഅദ്, ഹാക്കിം, ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹിം ഇവരെല്ലാം റിവായത്ത് ചെയ്യുന്ന ഹദീസുകൾ പറയുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ആ സ്ഥലത്ത് വെച്ച് തന്നെ ബൈഅത്ത് ചെയ്തു എന്നാണ്. എന്നാൽ ഇതിന് വിരുദ്ധമായ ഒരു ചരിത്രം പ്രചാരത്തിലുണ്ട്. അദ്ദേഹം ഫാത്തിമ ബീവിയുടെ മരണം കഴിഞ്ഞതിന് ശേഷം, അതായത് ഫാത്തിമ ബീവി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 6 മാസങ്ങൾക്ക് ശേഷമാണ് വഫാത്താകുന്നത്. ആ ഫാത്തിമ ബീവിന്റെ വഫാത്തിന് ശേഷം മാത്രമാണ് അലി റളിയല്ലാഹു അൻഹു ഖലീഫയായി ഭരണാധികാരം ഏറ്റത് എന്ന് അലി റളിയല്ലാഹു അൻഹു ഖലീഫയെ ബൈഅത്ത് ചെയ്തത് എന്ന് ചില ചരിത്രങ്ങളുണ്ട്. ഷിയാക്കളാണ് അത്തരം ചരിത്രങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നതിന്റെ പിന്നിൽ അവരുടെ താല്പര്യം കൂടിയാണ് അത് ശരിയല്ല എന്നാണ് പ്രധാനപ്പെട്ട രേഖകൾ സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും എല്ലാവരും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫയായി എല്ലാവരും ബൈഅത്ത് ചെയ്യുകയുണ്ടായി. കാരണം എന്തെന്നാൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ അദ്ദേഹമാണല്ലോ. എല്ലാവരുടെ ഈമാൻ ഒരു തട്ടിലും അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ച് നോക്കിയാൽ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഈമാൻ ആയിരിക്കും ബല കൂടുതൽ എന്ന് ഇമാം അഹ്മദ് റളിയല്ലാഹു റിവായത്ത് ചെയ്ത ഹദീസിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസാണല്ലോ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ തുടർന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസിൽ അദ്ദേഹം പറയുകയുണ്ടല്ലോ, ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ ഏറ്റവും ഖൈറായ ആളായി കണ്ടിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും ഖൈറായ ആളായിട്ട് നബിയെ കഴിച്ചാൽ പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയാണ് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ധാരാളം ഹദീസുകളിൽ, ധാരാളം മുഹൂർത്തങ്ങളിൽ, ധാരാളം സംഭവങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ച കാര്യമാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അബൂബക്കർ സയ്യിദുനാ വ ഖൈറുനാ വ അഹബ്ബുനാ ഇലാ റസൂലില്ലാ. അബൂബക്കർ നമ്മുടെ നേതാവാണ്, നമ്മളിൽ ഏറ്റവും ഉത്തമനാണ്, റസൂലുള്ളാഹിനോട് നമ്മളിൽ വെച്ച് ഏറ്റവും അധികം ഇഷ്ടമുള്ള ആളുമാണ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖൈറു ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയിഹാ, നബി കഴിഞ്ഞാൽ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ വ ഉമർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുമാണ് എന്ന് പറയുകയുണ്ടായി. ഇങ്ങനെ വലിയ വലിയ സഹാബിവരന്മാർ അവരെല്ലാവരും, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിയോട് ചോദിച്ചു, നബിയെ ഏറ്റവും അധികം അങ്ങേക്ക് ഇഷ്ടം ആരോടാണ്? നബി പറഞ്ഞു, ആയിഷയോടാണ്. അല്ല നബിയെ, ആണുങ്ങളിൽ വെച്ച് അബൂഹ, ആയിഷയുടെ പിതാവ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് നബി പറയുകയുണ്ടായി. അത്രമാത്രം ശ്രേഷ്ഠവാനായ ഒരാളാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുടനീളമുള്ള ആ സാന്നിധ്യത്തെ അനുസ്മരിപ്പിക്കുന്ന മൊഴികൾ മാത്രമല്ല, അന്ത്യനാളിലും പരലോകത്തുമെല്ലാം ഈ സ്ഥാനമാനങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു വലതും ഉമർ റളിയല്ലാഹു അൻഹു ഇടത്തും നിന്നുകൊണ്ട് പള്ളിയിലേക്ക് നടന്നു വന്നു എന്നാണ്. മുമ്പിൽ ആ രംഗം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന സഹാബിമാരോട് നബി പറഞ്ഞു, ഹകദാ നുബ്അതു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഞങ്ങൾ ഇങ്ങനെയായിരിക്കും പുനർജനിപ്പിക്കപ്പെടുക, വലത്തും ഇടത്തുമായിക്കൊണ്ട്. വല്ലാത്തൊരു ശ്രേഷ്ഠതയാണധികം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഇമാം തുർമുദി, ഹാക്കിം റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹിമാ രണ്ടുപേരും റിവായത്ത് ചെയ്യാണ്. അബൂ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് തന്നെ നബി പറഞ്ഞു, അവ്വലു മൻ തുൻഷഖു അൻഹുൽ അർളു, ഭൂമിയിൽ നിന്ന് ആദ്യമായി പുനരുദ്ധരിക്കപ്പെടുക ഞാനായിരിക്കും, പുനർജനിപ്പിക്കപ്പെടുക ഞാനായിരിക്കും. സുമ്മ അബൂബക്കർ സുമ്മ ഉമർ, പിന്നെ അബൂബക്കർ ആയിരിക്കും, പിന്നെ ഉമർ ആയിരിക്കും എന്നാണ്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമായി ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് മറ്റൊരിക്കൽ പറയുകയുണ്ടായി, ഹാദാനി സമഉ വൽ ബസർ, ഇവ രണ്ടുപേരുമാണ് നമ്മുടെ കേൾവിയും കാഴ്ചയും എന്നാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരിട്ട് പറയുകയുണ്ടായി, അൻത സാഹിബി അലൽ ഹൗൽ വ സാഹിബി ഫിൽ ഗാർ, ഗാർ തൗറിൽ എന്റെ കൂട്ടുകാരൻ നീയായിരുന്നു അബൂബക്കർ, ഹൗലെങ്കിലും സിറാത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൗദുൽ കൗസറിന്റെ മുമ്പിലും നീ ആയിരിക്കും എന്റെ കൂട്ടുകാരൻ. എന്തൊരു ശ്രേഷ്ഠതയാണ്! ഈ ശ്രേഷ്ഠതയെല്ലാം മുറ്റി നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ അവഗണിക്കാൻ ആ സമൂഹത്തിന് കഴിയില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബി അബൂബക്കർ റളിയല്ലാഹു അൻഹുമായുള്ള ബന്ധം എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഹിജ്റയെ പറ്റി പറഞ്ഞല്ലോ. ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്ഷപ്പെട്ടു എന്ന വിവരം അറിഞ്ഞപ്പോൾ മക്കായിലെ ശത്രുക്കളെല്ലാം എങ്ങോട്ടാ ആദ്യം പോയത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക്. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇല്ലാതെ അറിയാതെ നബി തിരുമേനി എങ്ങോട്ടും പോവില്ല എന്ന് ശത്രുക്കൾക്ക് വരെ അറിയാമായിരുന്നു എന്നാണ്. അത്രമാത്രം വലിയ സാമീപ്യമായിരുന്നില്ലേ അത്. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ പരാജയപ്പെട്ടു. അവര് പിന്നെ
മുസ്ലിമീങ്ങൾ ആദ്യം പരാജയപ്പെട്ടു, പിന്നീട് വിജയത്തിലേക്ക് എത്തി. ശത്രുക്കൾ, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള ശത്രുക്കൾ പിന്മാറി. ഇതിനിടയിൽ നബി വഫാത്തായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് അബൂ സുഫിയാൻ അവിടുന്ന് വിളിച്ചു ചോദിക്കുകയുണ്ടായി. ആദ്യം ചോദിച്ചെന്താണെന്നറിയോ? അഫീഖും മുഹമ്മദ് ഉണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ആരും ഉത്തരവൊന്നും പറഞ്ഞില്ല. നബി പറഞ്ഞു, അബൂ സുഫിയാന് മറുപടി ഒന്നും കൊടുക്കണ്ട, അയാൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ, മറുപടി ഒന്നും കൊടുക്കണ്ട എന്ന് പറയുകയുണ്ടായി. നബിയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഒന്നും കിട്ടാതെ വന്നപ്പോൾ പിന്നെ അബൂ സുഫിയാൻ ചോദിച്ചെന്താണെന്നറിയോ? അഫീഖും ഇബ്നു അബീ ഖുഹാഫ, അബൂബക്കർ എന്ന അബൂ ഖുഹാഫയുടെ മകൻ നിങ്ങളുടെ ഒപ്പമുണ്ടോ എന്നാ ചോദിച്ചത്. കണ്ടോ, ശത്രുക്കൾക്ക് വരെ ആ സാമീപ്യം ബോധ്യമായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞാൽ സമൂഹത്തിലെ ഒന്നാമനായ, സമൂഹത്തിലെ ഏറ്റവും ഉത്തമനും ഉന്നതനുമായ, ഏറ്റവും ബുദ്ധിമാനും ഏറ്റവും പക്വമതിയുമായ, ഏറ്റവും വലിയ ശാന്തശീലനും ഏറ്റവും വലിയ ആത്മീയതയുള്ള ആളുമായ മഹാനായ അബൂബക്കർ ഇബ്നു അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു ഹിജ്റ വർഷം 11-ാം വർഷം റബീഉൽ അവ്വൽ 12-ാം തീയതി ഇസ്ലാമിക രാജ്യത്തിന്റെ 1-ാം ഭരണാധികാരിയും ആദരവായ റസൂലുള്ളാന്റെ 1-ാം ഖലീഫയുമായി അധികാരമേറ്റെടുത്തു. പക്ഷേ അധികാരമേറ്റെടുത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലുള്ളത് പട്ടുകമ്പളങ്ങളായിരുന്നില്ല, പട്ടുമെത്തകളായിരുന്നില്ല. അധികാരത്തിന്റെ വഴികളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരിട്ടത് ഒരുപാട് വലിയ വെല്ലുവിളികളായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അള്ളാഹു തുറന്നു കൊടുത്തപ്പോൾ അദ്ദേഹം പുഷ്പം പോലെ പ്രതിസന്ധികളെ കൈകാര്യം ചെയ്തു, മറികടന്നു. അത് വല്ലാത്ത ചരിത്രത്തിലെ കൗതുക കാഴ്ചകളാണ്. ആ കാഴ്ചകളിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത കൂടിക്കാഴ്ചയിൽ നമുക്ക് വരാം. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുവാനും കേൾക്കുവാനും പഠിക്കുവാനും നന്മകളെ സ്വാംശീകരിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കമന്റുകൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാ പ്രാർത്ഥനകളിലും ഉൾപ്പെടുത്തണമെന്ന് എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മൈക്കെടുത്തത് ഉസ്താദിൻ്റെ ക്ലാസ്സിൽ ഒരു 1-2 കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമാണ്. കൂടുതൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അടുത്തതായി നിശ്ചയിക്കപ്പെട്ട ഏതോ പരിപാടികളുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദുകളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തതിന് ശേഷമാണോ റസൂലുള്ളാഹിനെ മറമാടപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അത് എത്ര ദിവസം കഴിഞ്ഞതിന് ശേഷമാണെന്നുള്ളൊരു ചെറിയ വിവരണം കൂടി കിട്ടിയാൽ ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് നമ്മൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ബൈഅത്ത് നടന്നത്, നമ്മൾ ബൈഅത്ത് എപ്പോൾ പൂർത്തിയായി എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറമാടി കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് പൂർത്തിയായത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേസമയം നബിയെ മറമാടിയത് ബൈഅത്ത് തുടങ്ങിയതിന് ശേഷം തന്നെയാണ്. മുസ്ലിമീങ്ങൾ ബനു സായിദ കുടുംബക്കാരുടെ പന്തലിൽ വെച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി ബൈഅത്ത് ചെയ്യുകയും ബാക്കിയുള്ളവര് സാങ്കേതികമായി ബൈഅത്ത് ചെയ്യാൻ അവിടെ എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു സാങ്കേതികതയുടെ പ്രശ്നം മാത്രമാണ്. എപ്പോൾ അവരുടെ മുമ്പിൽ ബൈഅത്തിനുള്ള ചാൻസ് വരുന്നുവോ അപ്പോൾ അവരെല്ലാം ബൈഅത്ത് ചെയ്യാൻ സർവാത്മന തയ്യാറുമാണ്. ആയതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പുതിയ ഖലീഫ വന്നതിന് ശേഷമാണ് നബിയെ മറമാടിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. മരണപ്പെട്ടത് റബീഉൽ അവ്വൽ 12-ാം തീയതി തിങ്കളാഴ്ചയായിരുന്നു, രാവിലെയാണ് മരണപ്പെട്ടത്. ഏതായിരുന്നാലും അന്നു തന്നെ മറമാടി എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്.
എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചില അഭിപ്രായങ്ങളിലൊക്കെ പിറ്റേ ദിവസമാണ് മറമാടിയത് എന്നും അഭിപ്രായമുണ്ട്. പക്ഷെ അത്രമാത്രം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയില്ല. ഏകദേശം 1-2 മണിക്കൂർ സമയം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കഴിയുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഔദ്യോഗികമായി ഖലീഫയാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഖലീഫയായതിനു ശേഷം മറമാടി എന്ന് നമുക്ക് പറയാം. അതേസമയം മറമാടിയതിനു ശേഷമാണ് ബൈഅത്ത് എന്ന കടമ്പ പൂർത്തിയായത്. അത് പൂർത്തിയായത് എന്ന് പറയുന്നത് അപ്പോഴൊന്നും പൂർത്തിയായിട്ടില്ല ശരിക്കും എന്ന് പറഞ്ഞാൽ. കാരണം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പിന്നെ ക്ഷമിക്കണം സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. പിന്നെ വളരെ അടുത്ത നബിയുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ, അവരും തന്നെ പല ആൾക്കാരും ചില കാരണങ്ങളാൽ, അതുപോലെ തന്നെ ചില ആൾക്കാർ യുദ്ധത്തിന് പോയി ദൂരഭാഗത്തായിരുന്നു, അങ്ങനത്തെ ആൾക്കാരൊക്കെ. അപ്പോൾ ബയ്യാത്ത് പൂർത്തിയായത് പിൽക്കാലത്താണ്. എന്തായിരുന്നാലും അദ്ദേഹത്തെ ഖലീഫയായി നിർദ്ദേശിക്കപ്പെട്ടതിന് ശേഷമാണ് ഖലീഫയായതിനു ശേഷമാണ് മറമാടൽ ഉണ്ടായത്.